ഈ പത്രോസിന്റെ യോഗം നമുക്ക് നോക്കാം. BTH ഇല്ലാത്ത ഒരു ഉപദേശി, കൈവപ്പില്ലാത്ത ശുശ്രൂഷ ഉപദേശി, ഓർഡിനേഷൻ ഇല്ലാത്ത ഉപദേശി, തോട്ട്സും തിയറി ഇല്ലാത്ത ഒരു ഉപദേശി, ദൈവശാസ്ത്ര ABCD അറിയാൻ മേലാത്ത ഒരു ഉപദേശി, ദൈവത്തിന് സ്തോത്രം, എഴുത്തും വായന അറിയാൻ മേലാത്ത ഒരു ഉപദേശി, ആകെ കിട്ടിയത് മാളികമുറിയിലെ അഭിഷേകവും ധൈര്യത്തോടെ പറയാനുള്ളൊരു ദൈവകൃപയും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം എന്റെ വചനത്തെ നിന്റെ നാവിന്മേൽ ഞാൻ തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഇദ്ദേഹത്തിന്റെ വായിഗ്രൗണ്ട് എങ്ങനെ, യേശുമായിട്ട് അങ്ങനെ ഇദ്ദേഹം കമ്പനി കൂടിയത്? ഗലീല കടപ്പുറത്ത് രാവിലെ 9:30 മണിക്ക് തലേ രാത്രി മത്സ്യം പിടിച്ചിട്ട് ഒന്നും കിണാതെ വല കഴുകി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ വെച്ചാണ് യേശു സന്ദർശിക്കുന്നത്. സ്വത്രം. എന്തുകൊണ്ടാണ് പത്രോസ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചത്? ആരാണ് തനിക്ക് ക്ലാസ് കൊടുത്തത്? ആരാണ് തന്നെ ഇത് പഠിപ്പിച്ചത്? ഇത് ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് ആരാണ് പ്രോത്സാഹിപ്പിച്ചത്? ഗലീല കടപ്പുറത്ത് കർത്താവായ യേശു നിന്ന് പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പടക് ആവശ്യമായിരുന്നു. അത് പത്രോസിന്റെ പടകിലാണ് യേശു കയറിയത്. നിന്റെ പടക് കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ കരയിൽ നിന്നും പടക് അല്പം നീക്കി. പടകിൽ ഇപ്പോൾ ലൈവായിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് യേശു, ഒന്ന് പത്രോസ്. അവിടെ കടന്നു ചെന്ന ശേഷം യേശു പറഞ്ഞു, ഇത് കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു, നാഥ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പടകിന്റെ വലതു ഭാഗത്ത് വലയിറക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉള്ള സംഗതി ഇറക്കി. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ മീനിനു വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ ഓടി നടന്നതായ അല്ലെങ്കിൽ വലവീശി ഭാരപ്പെട്ട് നിന്ന പത്രോസ് മീൻ കിട്ടിയപ്പോൾ പറയാ, എനിക്ക് ഈ മീൻ വേണ്ട. പത്രോസിനോട് യേശുവിനോടുള്ള വിദ്വേഷമാണോ? അല്ല. എനിക്ക് മീൻ വേണ്ട, എനിക്കിനി മീൻ വേണ്ട, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടു പോണമേ. അതിനു മുമ്പായിട്ട് യേശു ഒരു പ്രസംഗം ആ വള്ളത്തിൽ നിന്ന് നടത്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രസംഗം മുഴുവൻ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്രോസ്. യേശു ക്രിസ്തു അവിടെ വെച്ച് പ്രസംഗിച്ച സബ്ജക്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തെക്കുറിച്ചും ക്രൂശിൽ നടക്കാൻ പോകുന്ന ആ രക്ഷയെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ ആ പടകിലെ പ്രസംഗത്തിൽ യേശു ഉൾക്കൊള്ളിച്ചിരുന്നു. അത് മുഴുവൻ അവൻ ഇങ്ങനെ സൂക്ഷിച്ച് കേട്ടു. അല്ലാതെ വചന ശുശ്രൂഷയിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന അലക്സഗതിയിലിരിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. യേശു പറഞ്ഞ ഓരോ വാക്കുകളും അവനെ വളരെ സസ്പൂഷം സ്വീകരിച്ചപ്പോൾ അവൻ പാപിയാണെന്നും എനിക്കൊരു ന്യായവിധി ഉണ്ടെന്നും എനിക്കൊരു രക്ഷകനുണ്ടെന്നും പടകിൽ വെച്ചാണ് ഈ മർമ്മപ്രധാനമായ ദൂത് തനിക്ക് കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. യേശു തന്നെ ആദ്യമായി ആ പ്രസംഗത്തിൽ ആ പഠിപ്പിച്ചതും താൻ ഏറ്റെടുത്തതും പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുമായിരുന്നു. അല്ലാതെ ഇന്ന് ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാലും കാരിക്കുന്നവരെ, ഉന്തി വീഴ്ത്തുന്നവനും ഊതി വീഴ്ത്തുന്നവനും ശാപം മുറിക്കുന്നവനും ബ്രൈസൽ എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും ഇപ്പോൾ പണം ഉണ്ടാക്കാൻ ഇവന്മാർ തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ പന്തല് കെട്ടിയും കോർഡിനേഷൻ ഈ ഓഡിറ്റോറിയം എടുത്തും പാവപ്പെട്ട കാശ് പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുക. ഇതൊന്നും ശുശ്രൂഷയൊന്നുമല്ല. വൈറ്റിപ്പഴവിന് വേണ്ടി ദ്രവ്യാഗിരികൾ നടത്തുന്നതായിട്ടുള്ള ഒരു കൂട്ടം പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെയാണ്. ദൈവസഭ എന്താണ്? ദൈവസഭയ്ക്കകത്ത് ദുരുപദേശം കൊണ്ട് ദൈവം അനുവദിക്കത്തില്ല. സഭ എങ്ങനെയായിരിക്കണം? ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം? അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം? അവന്റെ ശുശ്രൂഷ എന്തായിരിക്കണം? അവന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ചാടിപ്പോകുന്നൊന്നും ദൈവത്തിന്റെ ശുശ്രൂഷയല്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഒരു ശുശ്രൂഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ശുശ്രൂഷ എന്തായിരുന്നു? ഞാൻ നിങ്ങളുടെ കാല് കഴുകിയ പോലെ നിങ്ങൾ തമ്മിൽ കാല് കഴുകണം. അത് ആർക്ക് കൊടുത്ത ഉപദേശമാ? ശിഷ്യന്മാർക്ക് കൊടുത്തതാണ്. ദൈവസഭയ്ക്ക് എന്തെല്ലാം ഉപദേശങ്ങൾ വേണമെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സഞ്ചി ഒന്നും എടുക്കരുത്, 2 വസ്ത്രം എടുക്കരുത്, എവിടെങ്കിലും ചെന്ന് അവിടെ താമസിച്ചോണം എന്നൊക്കെ പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്. അതൊരു കുഴപ്പമില്ല. ശിഷ്യന്മാർക്ക് കൊടുത്തതാ. ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്കും കാശ്മീരിലേക്കും ഒക്കെ ഉപദേശമാർ പോകുമ്പോൾ ഈ ഒരു ഷർട്ടും സഞ്ചി എടുക്കാതെ പോയാൽ പരിപാടി വല്ലതും നടക്കുമോ? ദൈവസഭയ്ക്കും സുവിശേഷകന്മാർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. സഭയ്ക്ക് കൊടുത്ത ഉപദേശം ഒന്ന്, ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശം ഒന്ന്. ശിഷ്യന്മാരോട് അന്ന് പറഞ്ഞ ഉപദേശം വലിച്ചുവാരി ദൈവസഭയ്ക്കകത്തിട്ട് അത് സഭയ്ക്ക് കൊടുത്ത ഉപദേശം എന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റായ കാര്യമാണ്. തരംതിരിച്ച് പഠിക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് ദൈവസഭയ്ക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കടന്നു വരുന്നത്. കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയം വരെ സഭയ്ക്കൊരു ഉപദേശമില്ല, ഒരു നിയമമില്ല. ക്രൂശീകരണത്തിന് ശേഷമാണ് ദൈവസഭയ്ക്കുള്ള നിയമങ്ങളും നിയമാവലികളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിന്റെ കാര്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിലും ഇതര ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലെ പത്രോസിന്റെ 5 പ്രസംഗങ്ങളിലും ഘട്ടങ്ങളായിട്ട് കടന്നു വരുന്നത്. സ്തോത്രം. അപ്പം ഗലീല കടപ്പുറത്ത് നടന്നതായിട്ടുള്ള ആ വള്ളത്തിൽ നിന്നുള്ള പ്രസംഗത്തിൽ യേശുവിൽ നിന്ന് പത്രോസ് ആദ്യമായി കേട്ട സന്ദേശം ഒരു അളക്കപ്പെരുപ്പത്തിന്റെ ദൂതല്ലായിരുന്നു. ഏതെങ്കിലും ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെയോ ന്യൂ ജനറേഷൻ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ചെപ്പടി വിദ്യയല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു? കറതേറുന്ന വചന ശുശ്രൂഷയായിരുന്നു. ഒരു മനുഷ്യാത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി എന്താകുന്നുവെന്ന് അന്ന് അവൻ രാവിലെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ട് കടന്നു പോകണമേ. നിങ്ങളുടെ പ്രസംഗത്തിന്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? കുറ്റബോധം വരണം, പാപബോധം വരണം, കുറവുകളെ കുറിച്ചുള്ള ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓരോ വചന ശുശ്രൂഷയിലും അതുപോലെ തന്നെ ഓരോ പ്രസംഗത്തിന്റെ അകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ എങ്ങനെ സ്പർശിക്കുന്നു എന്ന് മനസ്സിലായി ഏറ്റുപറയേണ്ടതിനെ നിങ്ങൾ ഏറ്റുപറയണം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ ഒരിക്കലും ശുഭം വരികയില്ല. എന്നാൽ നിങ്ങൾ അത് ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ശുഭം വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം നിങ്ങൾക്ക് ശുഭം വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും മുമ്പിൽ കണ്ടിരിക്കുന്നു. അല്ലെ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കണ്ണടച്ചപ്പോൾ ഒരു പെട്രോൾ വിളിച്ച് പഠിച്ചതാ. എന്റെ കുഞ്ഞുമോളെ 6 മാസമായിട്ട് ഒരു അനക്കമില്ല, കണ്ണടച്ചാ കൂരിട്ട. അതിന്റെ അകത്ത് ആര് പറയും? എപ്പോഴും കർത്താവിനെ മുമ്പിൽ കാണാൻ ഒരു നല്ല മനസ്സും നല്ല ഹൃദയം ഉണ്ടായിരിക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവൻ, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുവൻ. ജോലി സ്ഥലത്താണെങ്കിലും വാഹനയാത്രയിലാണെങ്കിലും രഹസ്യ ജീവിതത്തിലും എപ്പോഴാണെങ്കിലും ഒരു നല്ല ഭക്ഷണം തന്നാൽ സ്തോത്രം കർത്താവേ. ഒരു വണ്ടിയെ ആൾ കയറിക്കൊണ്ടിരിക്കുക, ഇവിടുന്ന് നിങ്ങളുടെ തേവരയ്ക്ക് പോവുക, ഭയങ്കര തിരക്ക, ഒരു സീറ്റ് കിട്ടിയാൽ സ്തോത്രം എന്നും പറഞ്ഞ് ഇരിക്കാവൂ. അത് കർത്താവ് നിനക്ക് ഒരുക്കിയതാണ്. ഞാൻ
വണ്ടിയെ കയറുമ്പോൾ, ട്രെയിനെ കയറുമ്പോൾ ബൈക്കൊരു ആളാ സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു മൂലയ്ക്കോട്ട് വന്ന് അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് നിർത്തണം, ഒരു സീറ്റ് വേണമെന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. എന്നെ ആരും ഉന്തി തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തും. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് അടുത്തിരിക്കുന്ന ഇപ്പുറം ഇരിക്കുന്നത് ഇവിടെ ഇരുന്നോളാൻ പറയും. ഞാൻ ഇവിടെ ഇപ്പോഴും വന്നപ്പോൾ അങ്ങനെയായിരുന്നു. അതാണ് തക്ക സമയം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. അല്ലാതെ അവിടെ വന്നുണ്ടോ ഭയങ്കര ആൾക്കൂട്ടല്ലേ, എവിടെ സീറ്റ് കിട്ടാനൊന്നും കർത്താവ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്വോത്രം. കടലിൽ നിന്ന് ടൺ കണക്കിന് കാടപ്പക്ഷികളെ സൗദി അറേബ്യയിലെ മരുഭൂമിയിലേക്ക് പറപ്പിച്ച് സ്റ്റാൻഡ് നിർത്തിയ ഒരു ദൈവ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യ നിൽക്കുന്നത്. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ആരെയാണോ കൊടുക്കാതെ ഇതുപോലെ കറണ്ട് ചാർജ് കൊടുക്കാതെ വെട്ടം തന്ന ഒരു ദൈവം എവിടെയുണ്ട്. 12 ധീരവും ഈന്തപ്പനയും അവിടെയുണ്ട്. അവിടെ ചെന്നാൽ കാണാം. അവര് പാട്ട് പാടി അക്കരെ കയറിയ സ്ഥലമൊക്കെ നമുക്ക് ഇവിടെ കാണാം. മനോഹരമായ സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ പാപബോധം തോന്നി പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ശരിയായ ബോധവൽക്കരണം ഫസ്റ്റ് മെസ്സേജിൽ തന്നെ ആർക്ക് കിട്ടി? പത്രോസിന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഓർഡിനേഷൻ കിട്ടിയിട്ടില്ല, BTH ഇല്ല, CTH ഇല്ല, റവറന്റ് ഇല്ല, പഞ്ഞപ്പില്ല, മൈദ ഇല്ല, കുന്തം കുടച്ചക്രം ഒന്നുമില്ല. ആകെപ്പാടെ അറിയാം ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിക്കാൻ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരവാ. യേശുവിനോട് കൂടെ നടന്നത് മുഴുവൻ, എല്ലാം തലതിരിച്ചാ പറഞ്ഞത് മുഴുവൻ. കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ അല്ല. പ്രൈസ് ദി ലോർഡ്. കോഴിയെ അടയാളം വെച്ച് കർത്താവിനെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അവന്റെ തള്ളി പറയുന്ന വിഷയത്തെക്കുറിച്ച് പൂവൻ കോഴിയെ കോളിംഗ് ബില്ലായിട്ട് വെച്ചു. എന്നിട്ടും പുള്ളിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒരു എടുത്തിയാട്ടക്കാരനായിരുന്നു. അതുപോലെ യേശുവിനെ സ്നേഹിക്കുന്നവനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ AD 32 ഏപ്രിൽ മാസം 5-ാം തീയതി വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു ക്രൂശീകരണത്തിന് കടന്നു പോകുമ്പോൾ നട്ടലുള്ള ഒരുത്തനുമില്ലായിരുന്നു. പീലാത്തോസിന്റെ അരമനയുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ, കയ്യഫാവിന്റെ അരമനയുടെ മുമ്പ് തീ കയറിയിരിക്കാൻ ആരുണ്ടായിരുന്നു? ഈ പത്രോസ് അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ എടുത്തിയാട്ടക്കാരൻ, ഈ മുൻകോവി ഒന്ന് പറഞ്ഞ രണ്ടാമത് തലതിരിച്ച് പറയുന്നവൻ ഇവനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. നീതിസാരം പറഞ്ഞവരൊക്കെ പലരും ഉണ്ട്. എന്നാൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അവനെ അവസാന നിമിഷം വരെയും കാണുവാനും കൂടെ കൂടുവാനും നടന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പത്രോസ് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തിയുടെ 5-ാമത്തെ പ്രസംഗമാണ് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ കേട്ടിരിക്കുന്നത്. ഈ പ്രസംഗം എവിടെ വെച്ച് നടന്നു? ഇതൊരു പട്ടാളക്കാരന്റെ ഹൗസ് മീറ്റിംഗിൽ വെച്ച്, ഒരു കോട്ടേജ് മീറ്റിംഗിൽ വെച്ച് പ്രാസംഗനായിട്ട് ഇദ്ദേഹത്തെയാണ് വിളിച്ചത്. ആ സമയത്ത് പത്രോസ് കൈസരിയയിലാണ്. ഈ സ്ഥലത്തുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 56 യോപ്പയിലാണ് ഇപ്പോൾ പത്രോസ് നിലവിലുള്ളത്. യോഗം നടക്കേണ്ടത് കൈസരിയയിലാണ്. കൈസരിയ യോപ്പ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 56 കിലോമീറ്റർ ആണുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ 56 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഈ കോട്ടേജ് മീറ്റിംഗിന് ഈ സാധാരണ ഉപദേശി കടന്നു വരേണ്ടത്. ദൈവത്തിന് മഹത്വം. അദ്ദേഹം തലേദിവസം പുറപ്പെട്ടു നടന്നു. ഇത് രണ്ടൊരു ദൈവിക പദ്ധതിയിലുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. കൊർന്നല്യോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ, അവന്റെ ബെഡ്റൂമിൽ ദൂതൻ ഇറങ്ങിയ അതേ ടൈമിൽ തന്നെ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ച് അവിടെ ദൂതൻ ചെല്ലുകയാണ്. 2 സ്ഥലത്തും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് ദൂതനെ അയച്ചാണ് സ്വർഗമാണ് ആ മീറ്റിംഗ് ക്രമീകരിച്ചത്. അതിന്റെ സെൻട്രൽ പാസ്റ്ററുടെയോ ലോക്കൽ പാസ്റ്ററുടെയോ മറ്റാരുടെയോ ഒരു കൈകടത്തൽ എന്റെ അകത്തില്ല. ദൈവം നേരിട്ട് ശുശ്രൂഷകനെ ഒരുക്കി, യോഗം ഒരുക്കി, വ്യക്തികളെ ഒരുക്കി, ഒരു വിശ്വാസത്തിൽ വരാത്തതായ, സ്നാനപ്പെടാത്തതായ, അഭിഷേകം പ്രാപിക്കാത്തതായ ഒരു വിജാതീയനായ മനുഷ്യന്റെ ഭവനത്തിൽ ഒരു ഉണർവ് യോഗത്തിന് വേണ്ടി അയച്ചത് ആരെയായ? ഡിഗ്രി ഇല്ലാത്ത, ഒരു കഴിവില്ലാത്ത വെറും ഒരു മീൻപിടുത്തക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഈയിടെ അയാൾ ചൂടോടെ ഇറങ്ങി ഞാൻ ഉപദേശിക്കാന്ന് പറഞ്ഞു വന്നു. അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ. മാളിക മുറിയിൽ വെച്ച് നടന്നതായ ഒരു അത്ഭുത പ്രതിഭാസം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തന്റെ ശരീരത്തെയും നാവിനെയും ഹൃദയത്തെയും മനസ്സെയും പരിശുദ്ധാത്മാവിന്റെ അഗ്നിമണ്ഡലത്താൽ ചുറ്റിയിട്ട് വേസ്റ്റുകളെല്ലാം എന്റെ കത്തിപ്പോയി. ഇന്ന് പഴയ പത്രോസല്ല, ഇന്ന് എടുത്തിയാട്ടക്കാരനല്ല. നിലപാടുകളെ വ്യക്തമാക്കി ക്രൈസ്തവ ജീവിതത്തിന് വേണ്ടി തന്റെ മനസ്സിനെ മാറ്റിവെച്ചിരിക്കുന്നവനാണ്. അത് ഭാര്യ പറഞ്ഞാലും കുഞ്ഞുങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിൽ നിന്നും അണുവിട മാറാത്ത ഉറച്ച തീരുമാനമുള്ള യഹോവ ഭക്തനായിരിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ മനസ്സാക്ഷിയിൽ ഒപ്പിട്ട് കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് പത്രോസ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും കേട്ടിട്ടും ഒന്നും സ്തുതിക്കാനോ ഇതിനൊക്കെ ഒരു ധൈര്യം വേണം. ധൈര്യമില്ലാത്ത ഈ പരിപാടിക്ക് പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഉപദേശിമാർക്ക് ഒന്നാമതായിട്ട് വേണ്ടത് പോകാൻ ഒരു ഹീറോ ഹോണ്ട അല്ല, ശുശ്രൂഷിക്കാനുള്ള നല്ല ധൈര്യം വേണം. പ്രൈസ് ദി ലോർഡ്. ഉപദേശിമാർക്ക് പ്രസംഗിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം ധൈര്യത്തോടെ വചനം പ്രസംഗിക്കണം. അതിന് നിങ്ങൾ മനുഷ്യന്റെ ബഹുമാനം നിങ്ങൾ നോക്കരുത്. പ്രസംഗത്തിന്റെ അകത്ത് കൈമണി നിങ്ങൾ നോക്കരുത്. പണം നോക്കരുത്, സ്ഥാനമാനം നോക്കരുത്, പ്രതിപക്ഷ ബഹുമാനം നോക്കരുത്. ഇതൊന്നും നോക്കരുത്. എല്ലാം പുറകിലേക്ക് വെച്ച ശേഷം മാത്രം പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ അകത്ത് വലിയ വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ശുശ്രൂഷ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരു വലിയ മാസ്റ്റർ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ശക്തമായി നിലയുറപ്പിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, പിമ്പിലുള്ളത് എത്രയും പെട്ടെന്ന് മറന്നോണം. ദൈവത്തിന് സ്തോത്രം. നോട്ടുകെട്ടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കറങ്ങുന്നുണ്ടെങ്കിൽ, ഇരുനില വീടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കറങ്ങുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്നോവ ക്രിസ്റ്റീന നിന്റെ ഉള്ളിൽ കറങ്ങുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് മഹത്വം, ഏതെങ്കിലും മറ്റ് ലോകപരമായുള്ള സ്ഥാനങ്ങളോ കസേരക്കിട്ടോ സ്ഥാനത്തിന് നീ നോട്ട വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉന്നം തകർത്തുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ ശക്തി അന്തമായി പ്രാപിച്ചാൽ നടക്കാത്ത പല കാര്യങ്ങളും പാവപ്പെട്ട നിന്നിലൂടെ പരദേശത്തിലെ കടലാസ കഷ്ണം കരിഞ്ഞു പോകുമ്പോൾ കർത്താവിന്റെ ആത്മാവിലുള്ള ശുശ്രൂഷ ശക്തമായി വെളിപ്പെട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ.
മരിച്ചു മൺമറഞ്ഞ പല വിശുദ്ധന്മാരുടെയും ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വാര്യാവരം ജോനേച്ചൻ. വാര്യാവരം ജോനേച്ചൻ, മുണ്ടിയപ്പള്ളി ചാക്കോ, മല്ലപ്പള്ളി പൊടിക്കുഞ്ഞ്, മേരി കോവൂരെ കാനവച്ചനെ, ഞങ്ങളൊക്കെ ഒന്നിച്ച പല കൺവെൻഷൻ യോഗങ്ങളിലെ കാലഘട്ടങ്ങളിൽ പ്രസംഗിക്കുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജ്വലിച്ചു തന്ന ഒരു വ്യക്തിയാണ് PV ആശാരി ഉപദേശി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചില വർഷങ്ങൾ ശുശ്രൂഷയിലായിരുന്നു. ആ ശുശ്രൂഷയ്ക്കും ശക്തമായതും വ്യക്തമായതും ഈടുറ്റതും ആത്മാക്കൾ 2 സംഖ്യ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്ന കാലഘട്ടങ്ങളായിരുന്നു. അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കള്ളന്മാരുടെ വലിയ കൂട്ടം രംഗത്തേക്ക് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഒരു BTH CTH എടുത്ത് തൊപ്പിക്കോരുടെ തലയും വെച്ച് ടീഷർട്ട് വിട്ട് കറുത്ത പാന്റും കുത്തിക്കെട്ടി പ്രൈസ് ആൻഡ് വർഷിപ്പ് ന്യൂ ജനറേഷൻ എന്നും പറഞ്ഞ് ചില ആൾക്കാർ പ്രൈസലോ ഇറങ്ങിയിരിക്കുന്നതായ ചെറുപ്പക്കാരുടെ കുറച്ച് കോമാളി സംഘടനകൾ. അതൊന്നും ദൈവസഭയല്ല. ശിഷ്യത്വമില്ലാതെ ആർക്കും വളരാൻ സാധ്യമല്ല. ഒരു ഭക്തനെപ്പോഴും ശിഷ്യത്വം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ ശിഷ്യത്വം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ മഹത്വം. അതെ, അവിടെ നമ്മൾ ഇവിടെ ശമരിയയിൽ പീലിപ്പോസിയരെ ആത്മാക്കളെ സ്നാനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ ശേഷം കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്രോസിനെയും യോഹന്നാനെയും അങ്ങോട്ട് അയക്കുന്നത് എന്താണ്? അവർ അധികാരമുള്ളവരാണ്, ദൈവം നിയോഗിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. ബെല്ലും ബ്രേക്കും ഇല്ലാതെ അവിടെ എവിടെയും കയറി നടന്നു പോകുന്നൊന്നും ശുശ്രൂഷകന്മാരല്ല. അതിൻ്റെതായിട്ടുള്ള റൂട്ടും ചട്ടക്കൂടുകളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിശുവായിരിക്കുന്നിടത്തോളം സമയം യജമാനന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. രക്ഷ അധികാരങ്ങൾക്കും അതിന്റെ ഉന്നത സ്ഥാനത്തുള്ളവർക്ക് കീഴ്പ്പെട്ട് ശിഷ്യത്വം ഭാവിച്ച് അനുസരണത്തിന്റെ മണ്ഡലങ്ങളിലൂടെ മാത്രമേ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശിഷ്യത്വം ഇല്ലാത്തവനെല്ലാം ഒറ്റയാന്മാരായി, ദുരുദ്ദേശകന്മാരായി, കോമഡി പ്രസംഗകരായി, ചാപ്പാട്ടുരാമന്മാരായിട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. തെറ്റുകളെ തിരുത്തി കാണിക്കുകയും കുറവുകളെ ചൂണ്ടിപ്പറയുകയും ചെയ്യുന്ന ഒരു നല്ല നേതൃത്വം നമുക്ക് ഉണ്ടാക്കിയിൽ, ഒരു സീനിയോറിറ്റി ഉള്ള, വചനനിശ്ചയമുള്ള, ദുരുദ്ദേശമില്ലാത്ത ഒരു നല്ല കർത്തൃദാസൻ ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൽ പെട്ടെന്ന് വളരാനൊക്കെ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തെറ്റുകളെ നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാൽ അത് പരിചയസമ്പന്നരായ പരിശുദ്ധ നിറവുള്ള ദൈവദാസന്മാർക്ക് അത് പ്രാർത്ഥനയിലും വിവേചനത്തിലും മനസ്സിലാക്കുകയും നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും. കുഞ്ഞെ, മോനെ, ദൈവദാസ, ഇന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിയാൽ കുറച്ചുകൂടെ കൊഴുപ്പ് കൂടും. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ന് പറയുന്ന പോലെ തന്നെ അവരെന്നെ പഠിപ്പിച്ചു, മനസ്സിലാക്കി, പരിശീലിപ്പിച്ചു, പറഞ്ഞു തന്നു, വഴക്ക് പറഞ്ഞു, തെറ്റുകളെ തിരുത്തി. അതെന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറി. ദൈവത്തിന് മഹത്വം. VA കണ്ണടയ്ക്കുന്നതിന് മുമ്പായി സീക്രട്ട് ആയിട്ട് 6 മാസം മുമ്പ് തന്നെ അവരുടെ പുള്ളിയുടെ ബെഡ്റൂമിൽ എന്നെ വെച്ച് രഹസ്യമായിട്ട് അനുഗ്രഹിച്ചു. ആ കണ്ണിൽ കൂടെ കണ്ണുനീർ വെള്ളം വീണു. പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാനവച്ചൻ മരിക്കുന്നതിന് 4 മാസം മുമ്പ് രഹസ്യമായി മുട്ടുകുത്തി എന്റെ തലയെ കൈ വെച്ച് അനുഗ്രഹിച്ച് ആ കർത്തൃദാസൻ കടന്നുപോയി. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് തോമസ് ഫിലിപ്പ് സാർ, അദ്ദേഹം രഹസ്യമായിട്ട് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആരും അറിയാതെ കടന്നുപോയി. അതൊക്കെയാണ് മൂപ്പന്മാരുടെ കൈവപ്പെന്ന് പറയുന്നത്. ആ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ളതായിരുന്നു, വ്യക്തമായിട്ടുള്ളതായിരുന്നു. ദൈവത്തെ അവർ ചില സീക്രട്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ തിരുനാമത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇതാ ഒരു പട്ടാളക്കാരന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, യോഗത്തിന് വേണ്ടി, ഒരു വൺഡേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു കർത്തൃദാസൻ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചത്? ദൈവത്തിന്റെ ദൂതനാണ് അയച്ചിരിക്കുന്നത്. തലേ രാത്രിയിൽ തനിക്കൊരു ദർശനമുണ്ടായി. ജാതീയ ചിന്താഗതി ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. AC/DC, കറുത്തതായ വെളുത്തതായ, BPL, APL, ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഈ പത്രോസിന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ വെച്ച് ഒരിക്കലും ആരും പ്രാർത്ഥിക്കരുത്. തെറ്റിതിരുത്തി ദൈവസനയിൽ കറക്ഷൻ ചെയ്തേ പ്രാർത്ഥിക്കാവൂ. യോപ്പ പട്ടണത്തെ തെറ്റിദ്ധാരണ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പത്രോസിന്റെ അരികിലേക്ക് 4 ഭാരം കെട്ടിയിറക്കി, തുപ്പട്ടി ഇറക്കി, അതിലൂടെ പല മൃഗങ്ങളെയും പക്ഷികളെയും കാണിച്ച് വർഗീയ വിഭാഗിത തന്റെ ദാസന്റെ ഉള്ളിൽ ദൈവം മാറ്റിയെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യനെ അശുദ്ധനായിട്ട് എണ്ണരുത്. അത് ഈ കൊർന്നല്യോസിന്റെ ഭവനത്തെ കുറിച്ചാണ് കാണിച്ചത്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ദർശനം കിട്ടാതിരുന്നെങ്കിൽ യഹൂദനായ പത്രോസ് പോകത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തന്റെ ആ തെറ്റിദ്ധാരണ ആ ദർശനത്തിലൂടെ ദൈവം തമ്പുരാൻ മാറ്റിക്കൊടുത്തു. അങ്ങനെയാണ് സന്തോഷത്തോടെ അദ്ദേഹം എവിടെ വന്നത്? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വരുന്നത്. വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന പല പെന്തക്കോസുകാരെക്കാട്ടിലും 1ാം റാങ്കിൽ നിൽക്കുന്നതായ 4 പോയിന്റുകൾ, 4 ശക്തമായ നല്ല സുൽഗുണങ്ങൾ ആ പ്രിയപ്പെട്ട നമുക്ക് അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കാം, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്താ അദ്ദേഹത്തിന് ഉണ്ടായ ഗുണം? 1, അവൻ ഭക്തനാണ്. 2, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ജനത്തിന് ധാരാളം ധർമ്മം കൊടുക്കുന്നവനാണ്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ആരെ കിട്ടും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ലക്ഷങ്ങളെ കൈവച്ച് തിരികെ കയറ്റി ഫെഡറൽ ബാങ്കിലും ICICI ബാങ്കിലും തിരികിട്ടേച്ച് ദൈവമക്കളുടെ ആവശ്യങ്ങൾക്കോ കർത്തദാസന്മാരുടെ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും ഞെരുക്കത്തിന് ചോദിക്കുമ്പോഴത്തേന് ടൈറ്റാ പറഞ്ഞത് ആകപ്പാടെ ഇപ്പൊ എന്നെ എടുക്കുന്ന പറയുക ഗൾഫിലാണ്, യുദ്ധവും കാര്യങ്ങളും ഒക്കെയാ. സ്തോത്രം. നീ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്തൃദാസന്മാർ ഈ ദാവീദിനെ ഇറക്കി പ്രൈസ് ഗോലിയാത്തിനെ കൊന്ന ചരിത്രം പറഞ്ഞ് അതുങ്ങൾ നാഴി അരി മേടിച്ചിട്ട് ചിരട്ടെ നാഴിയും പോലെ 5-6 പിള്ളേരും കൊണ്ട് നിങ്ങളെ വളർത്തി വാടകയും കൊടുത്ത് ഇവർക്ക് പട്ടണയും കൊടുത്ത് ഇതെല്ലാം കൂടെ മേടിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. സ്തോത്രം. അതിന് അരിശം കയറിയിട്ട് ദേശാംശം കൊടുത്തില്ലെങ്കിൽ നിന്റെ കാക്ക നിന്നെ കൊത്തിപ്പറിക്കുന്നത് പേടിപ്പിച്ച് ഇപ്പം നടക്കുന്നത്. സ്തോത്രം. നെഹമ്യാവ് മതിൽ പണിയുന്നു. അദ്ദേഹം മതിൽ പണിയാൻ വന്നു. മതിലിന്റെ പണി പൂർത്തീകരിച്ചു. തുടക്കം ആരംഭിച്ചു. തുടക്കം വളരെ നല്ലതാ. എന്നാൽ സൻബല്ലത്ത് തോബിയാവും കൂടെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇവനെ നമുക്ക് ഒതുക്കണം. അങ്ങനെ പലവട്ടം കത്ത് കൊടുത്തു. അന്നത്തെ രീതിയിൽ സകല കമ്മ്യൂണിക്കേഷൻ നടത്തി. പക്ഷേ നെഹമ്യാവിന് മനസ്സിലായി ഇത് സ്നേഹം കൊണ്ടുള്ള വിളിയല്ല. എന്നെ കുടുക്കാൻ, കുരുക്കാൻ, എന്നെ അവരുടെ ഗ്രൂപ്പിലാക്കാൻ, കൂട്ടത്തിലാക്കാൻ സൻബല്ലത്തും തോബിയാവും കൂടെ നടത്തുന്ന വലിയൊരു തന്ത്രമാ. 1 അല്ല 2 അല്ല 3 അല്ല പലവട്ടം കത്ത് വരെ എനിക്ക് കൊടുത്തു വിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ ഭയപ്പെടാൻ നോക്കി. അതിനിടയ്ക്ക് ഒരു കള്ളപ്രവാചിയായ നൊവേദിയെ കൂട്ടുപിടിച്ച് അവിടേക്ക് കാശ് കൊടുത്തിട്ട് നെഹമ്യാവിനെതിരായിട്ട് പ്രസംഗിക്കാനായിട്ട് അങ്ങനെ ഒരു പരിപാടി നടന്നു. അതിന്റെ അകത്തു നിന്ന് നെഹമ്യാവ് ചങ്കത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഞാൻ ചെയ്തത് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. സ്തോത്രം. നിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നിന്നെ ഒതുക്കാനും തകർക്കാനും
നിന്റെ വഴികളും വാതിലുകളും ഷട്ടറിട്ട് താഴ്ത്തി നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന ചില 10 വിരൽ കമ്പികളുണ്ട്. പ്രതികാരത്തിന് പോകാതിരുന്നാൽ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് കാണും. സ്വോത്രം, പ്രൈസലോ. പണി പൂർത്തീകരിക്കത്തില്ല, നാട് വിട്ട് ഓടിക്കും, വീട് വിട്ട് ഓടിക്കും. അത് തിരികത്തിച്ചും പലതും നടത്തിയും ചൊല്ലിയും ഭജിച്ചും പ്രാർത്ഥിച്ചും പല ടെക്നിക്കൽ പരിപാടിയിലൂടെ ആവിചാരവും ക്ഷുദ്രങ്ങളൊക്കെ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം മുഴുവൻ നിരത്തി. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. ദൈവത്തിന് സ്വോത്രം. എന്തുകൊണ്ട്? പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയതായ മോശയ്ക്ക് അത്യുജ്വലമായൊരു വെളിച്ചത്തിന്റെ നടുവിലൂടെ അവന്റെ പേര് വിളിച്ച് ഉടയവൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്വോത്രം. ആടിനെ തല്ലുന്ന വടിക്കകത്ത് ദൈവശക്തി കയറി ജാതീയ മന്ത്രവാദത്താൽ ജീവിച്ചുകൊണ്ടിരുന്ന ഫറവോന്റെ മുമ്പിൽ അതിട്ട് താഴെയിട്ട് കിങ്കോബ്രായെ കാണിച്ച് അത്ഭുതങ്ങൾ കാണിച്ച ഒരു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. മറക്കാൻ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആകുല ചിന്ത? ഓരോ ദിവസവും ധൈര്യത്തോടെ മുമ്പോട്ട് പോക. യഹോവ എന്നോട് കൂടെ ഉണ്ടെ ഞാൻ അവരെ ഓടിച്ചു കളയും. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആരോട് പറഞ്ഞു? കനാനിൽ ഇസ്രായേൽ മക്കൾ കാലുകുത്തുന്നു, അവിടെ കാലുകുത്തുന്നു. ഗോത്രഭഗന്മാർക്കെല്ലാം വീതം വെച്ച് മലകൾ കൊടുക്കുന്നു. അപ്പോൾ കാലേബ് പറഞ്ഞു, അന്ന് മോശ കൽപ്പിച്ച ആ മല ഇപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? കാലേബ് യോശുവയോട് പറഞ്ഞു. അപ്പോൾ യോശുവ പറഞ്ഞു, മലയൊക്കെ തരാം, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? അവിടെ അനാക്യമല്ലന്മാരുണ്ട്. അനാക്യമല്ലന്മാരെന്ന് പറഞ്ഞാൽ 6 അടി പൊക്കമുള്ളവന്മാരാ. ചെവിയുടെ കതിലെ രോമമെല്ലാം ഇങ്ങനെ കിളുത്തോ അമാനുഷികമായ ശക്തിയുള്ള അനാക്യമല്ലന്മാര്. 10 സെൻട്രൽ പാർഷന്മാരെയൊക്കെ എടുത്തവന്മാർ കാലെ പിടിച്ച് നിലത്തടിക്കും. പ്രൈസലോ. അങ്ങനെ കത്തിയുള്ള പുള്ളികളാ. പ്രൈസലോ. അന്നേരം ഒരാൾ ഇവിടെ കിടന്ന് കളിക്കുന്നത്. എന്റെ ദൈവമേ, എന്താ എടുക്കാൻ? അവിടെ അനാക്യമല്ലന്മാരുണ്ട് ബ്രദറെ. പ്രൈസലോ. അപ്പോൾ യോശുവ ആത്മാവിൽ നിറഞ്ഞിട്ട് പറഞ്ഞു, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഓടിച്ചു കളയും. പ്രൈസലോ. അപ്പോൾ യോശുവ അവനെ കൈവച്ച് അനുഗ്രഹിച്ചു. അല്ല പഴമിഴിഞ്ഞായിട്ട് നോക്കി എന്താ വെച്ചാൽ അനാക്യമല്ലന്മാരുണ്ട്. അയ്യോ എന്റെ അങ്ങനെയാണ് നമ്മളങ്ങോട്ടൊക്കെ പോകുന്നില്ല, ഞാൻ വെറുതെ തിരിഞ്ഞു കൊള്ളാം. ഇന്ന് എന്തിനു കൊള്ളാം? സെമിത്തേരിയിലല്ല ഇരിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയില, വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. നിന്നെ അകത്ത് ധൈര്യപ്പെടുത്തുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്റെ അസ്ഥിയും മാംസവും സഞ്ചിപഞ്ചകളും ബലപ്പെടുത്തി പുനർജീവിപ്പിച്ച് നീ എടുത്ത കർത്തൃമേശയിലൂടെ നീ ഉള്ളിലേക്ക് കഴിച്ച തേജസ്സിന്റെ സാധനം നിന്നെ പ്രതിദിന ജീവിതത്തിൽ രോഗവിമുക്തമാക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 5ാമത്തെ പ്രസംഗമാണ്. ഇതിനു മുമ്പ് പത്രോസ് ചില പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം. അപ്പോസ്തലപ്രവൃത്തി 1:15 1-ാമത്തെ പ്രസംഗം, 2-ാമത്തെ പ്രസംഗം 2:14 2-ാമത്തെ പ്രസംഗം, 3:12 3-ാമത്തെ പ്രസംഗം, 4:8 4-ാമത്തെ പ്രസംഗം, ഇപ്പം 10:44 4-ാമത്തെ പ്രസംഗമാണ്. അടുത്ത 2 അധ്യായം കഴിയുമ്പോൾ അദ്ദേഹം അപ്രത്യക്ഷമാകുക. ആ കാരാഗ്രഹത്തിൽ നിന്നും പത്രോസ് പുറത്തു പോയ ശേഷം രോദയുടെ ഭവനത്തിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ ശേഷം പത്രോസിനെ ഒരിടത്തും നമുക്ക് കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കൈസരിയിലേക്ക് പോയി എന്ന് മാത്രമേ നമ്മുടെ കാണാൻ കഴിയുന്നുള്ളൂ. പിന്നെ അവിടെ വരെ എത്തിച്ചതായി വിഷയം അടുത്തതായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ ഷൊർണൂർ വരെ വേണാട് കൊണ്ടുവിട്ട ജനത്തെ ആൾക്കാരെ മദ്രാസിൽ നിന്ന് ഇന്റർസിറ്റി വന്ന് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയതുപോലെ പിന്നെ പൗലോസും ശീലാസും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചില വിശുദ്ധന്മാർ തുടങ്ങി വെച്ചതായ ദൈവിക സത്യങ്ങളെ, പിതാക്കന്മാരുടെ ഉപദേശങ്ങളെ, മാളികമുറിയിൽ ആരംഭിച്ച സത്യവചനങ്ങളെയും അതിന്റെ വിശുദ്ധിയും വേർപാടും ഉപദേശവും ഓജസ്സും തേജസ്സും അത്ഭുത രോഗശാന്തിയും ആത്മശക്തിയും ഈ ദിവസങ്ങളിൽ തുടർമാനം കൊണ്ടുപോകുവാൻ അവർ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കാൻ നിങ്ങളും എന്റെ അനുകാരിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ തർസീസ് യവനായി യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ MA പാസ്സായ വ്യക്തിയാണ് പൗലോസ് എന്നാണ് അന്ന് ചില പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ. പൗലോസ് കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ലായിരുന്നു. അത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പുള്ളിയുടെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഈ കഴിവെല്ലാം ഉണ്ടായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് വളരെയധികം ആഴമുള്ള മനുഷ്യനായിരുന്നു. ഇതുകൊണ്ടൊരു ശുശ്രൂഷയ്ക്കൊന്ന് ഇറങ്ങി. കർത്താവ് പറഞ്ഞു, അത് നിന്റെ കയ്യിലിരുന്നോട്ടെ, നീ അറിയാവുന്ന നിന്റെ ആശയങ്ങളിൽ ന്യായപ്രമാണം കയ്യിലിരുന്നോട്ടെ, എനിക്കൊരു പുതിയ പ്രമാണം തരാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സൗദി അറേബ്യയിലെ അങ്ങേയറ്റത്തുള്ളതായ മലമടക്കുകളിലേക്ക് പോക്കൂ. അവിടെ ചില നാളുകൾ ഒറ്റയ്ക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ആദ്യ അറബി ദേശത്തേക്ക് പോവുകയാണ്. സൗദി അറേബ്യയുടെ മലമ്പ്രദേശത്ത് വീടും നാടും കൂടും സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും കൗൺസിലുകളെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ ദൈവശബ്ദം കേട്ട് ഏകനായി ദൈവിക വെളിപ്പാടുകൾക്ക് വേണ്ടി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നും മുമ്പ് കണ്ടിട്ടല്ല, ഒരു സപ്പോർട്ടില്ല, ആരും പ്രാർത്ഥിക്കാനില്ല, ചോദിക്കാനില്ല. അവിടെ കൊണ്ട് ദൈവം തമ്പുരാൻ ഇട്ടു. ആ പാറയുടെ ഇടയ്ക്ക്, ആ വിജനമായ സ്ഥലത്ത്, ആ പുടിക്കാറ്റിന്റെ നടുവിൽ കിടന്നുകൊണ്ട് 3-ാം സ്വർഗത്തോളം ഒരു മനുഷ്യൻ എടുക്കപ്പെട്ടു. സ്തോത്രം. 3-ാം സ്വർഗത്തോളം ഒരു മനുഷ്യൻ എടുക്കപ്പെട്ടു. അവിടെ വെച്ച് മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്ത പദപ്രയോഗങ്ങളും പാട്ടുകളും വ്യക്തമായി കണ്ടു, കേട്ടു, അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിപ്പാൽ ഒരു സാത്താന്റെ ദൂതനെ ആക്കി. ദൈവ ശുശ്രൂഷ വിജയിക്കുമ്പോൾ, വിടുതൽ നടക്കുമ്പോൾ, മരിച്ചവർ ഓർക്കുമ്പോൾ, മാറികളുകൾ സൗഖ്യമാകുമ്പോൾ, മറ്റുള്ള വ്യത്യസ്തമായിട്ട് ശക്തമാകുമ്പോൾ, ഉള്ളുകൊണ്ട് നിഗളിക്കാതിരിക്കാൻ ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാന്ന് തോന്നാതിരിക്കാനായിട്ട് തൊട്ട് സൈഡിൽ തന്നെ ഒരു സാത്താന്റെ ദൂതനെ ആക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ചില കുത്തുമൊക്കെ ചിലപ്പം കിട്ടുന്നത് നല്ലതാണ്. കുത്ത് കിട്ടാതെ പോയതെല്ലാം നിഗളികളും അഹങ്കാരികളും തന്റേടികളും മത്സരികളും ദ്രവ്യാഗ്രഹികളുമായ ഉപദേശിമാരായിട്ട് മാറും. എന്നാൽ ഇടയ്ക്കിടെ ചില മുറിവുകൾ കിട്ടുകയും വേദനപ്പെടുകയും പൊട്ടിക്കറിയുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് അവർക്ക് ഓരോ ദിവസങ്ങളുടെ ശുശ്രൂഷയിൽ നല്ല കൊഴുപ്പുണ്ടാകും, നല്ല തഴപ്പുണ്ടാകും. അവർ ആത്മീയമായി സത്യത്തിന് വേണ്ടി നിൽക്കും. പെരുവെള്ളം ഇരച്ചു വന്നാൽ അത് നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. എന്തുകൊണ്ട്? യഹോവ നിനക്ക് തണലായിരിക്കും. ദൈവത്തിന് മഹത്വം. അത്യുന്നതന്റെ ശക്തമായ ഒരു നിഴലും സർവ്വശക്തന്റെ ഒരു മറവും നിനക്ക് ലാമിനേഷൻ ചെയ്തിരിക്കും. നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. എന്തുകൊണ്ട്? നിന്റെ ശരീരത്തിന്മേൽ ഒരു ശക്തി ദൈവം തന്നിട്ടുണ്ട്. ആ ശക്തിയിൽ കൂടിയാണ് നീ മുമ്പോട്ട് സഞ്ചരിക്കുന്നത്. ശക്തി പോലെ നീ സാധാരണ മനുഷ്യനായിട്ട് മാറും. സ്വത്രം.
ദൈവശക്തി എന്ന് നഷ്ടപ്പെടുന്നു, നീ അന്നൊരു സാധാരണ മനുഷ്യനായിട്ട് മാറും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അതെ, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല. 4 യോഗ്യതകൾ ഉണ്ടെങ്കിലും ഇന്ന് കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ട ആളല്ല. അദ്ദേഹം യേശു രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, കർത്തൃമേശ എടുത്തിട്ടില്ല, ഹല്ലേലൂയ സ്തോത്രമൊന്നും പറയാൻ തനിക്ക് അറിയത്തില്ല. പിന്നെ ആകപ്പാടയൊക്കെ അറിയാവുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനൊക്കെ എന്തെങ്കിലും കൈ തുറന്ന് കൊടുക്കും. ഭയങ്കര ദൈവമേ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാ. എന്ത് ചെയ്യാം? മിസ്റ്റർ കൊർന്നല്യോസ് ഇന്ന് താൻ മരിച്ചാൽ, ഇയാൾ മരിച്ചാൽ താൻ നരകത്തിലേക്കേ പോകത്തുള്ളൂ. ഈ 4 ഗുണങ്ങളെ സർവശക്തനായ ദൈവം കണ്ടു. പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ കഴിയുന്നതല്ല. സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൊർന്നല്യോസിന്റെ നല്ല മനസ്സിനെ ആദരിക്കാൻ താല്പര്യം തോന്നി. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. തന്റെ ആ നിഷ്കളങ്കതയെ മനസ്സിലെടുത്തിട്ട് ദൈവം തന്റെ ദൂതനെ നേരിട്ട് അയച്ചു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ദൂതനെ കാണുന്നത്. ദുഷ്ടനെ കണ്ടുണ്ടായിരിക്കാം, പക്ഷെ ദൈവദൂതനെ ആദ്യമായിട്ടാണ് കൊർന്നല്യോസ് കാണുന്നത്. 9 മണി നേരത്തെ പ്രാർത്ഥന. പ്രൈസ് അല്ല, തിരക്ക, ടൈം കിട്ടിയില്ല. സ്വത്രം കുഞ്ഞുങ്ങളൊക്കെ വിളിച്ചായിരുന്നു, ജോസൂട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല, പെട്ടെന്ന് വണ്ടി വന്നു, ഞങ്ങൾ കയറി ഇങ്ങോട്ട് വന്ന് പോയി, പാരാരി വട്ടത്ത് വെച്ച് ഇടിച്ചു, മറ്റേ വഞ്ചാത്തു, ഞാനിപ്പോൾ ആശുപത്രിയില്ല എന്നൊന്നും അല്ല പറഞ്ഞ. ഡ്യൂട്ടിക്ക് പോകണമെങ്കിലും 9 മണി നേരത്തെ ഒന്ന് പ്രാർത്ഥിക്കാനൊരു മനസ്സ് ആ മനുഷ്യനുണ്ടായിരുന്നു. പ്രൈസലോ, എത്ര തിരക്കുണ്ടെങ്കിലും, എന്നാ ജോലിയാണെങ്കിലും, എത്ര ബിരിയാണി വെച്ചിരിക്കുകയാണെങ്കിലും, കല്യാണത്തിന് പോയി സീറ്റ് കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിക്കാനൊരു മനസ്സ് നിനക്കുണ്ടായിരിക്കണം. നിന്റെ വിലയേറിയ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിനെ മഹത്വം. അത് പകലോ രാത്രിയിലോ എപ്പോഴെങ്കിലും ആയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിലനിർത്തുന്നത് ദൈവശക്തിയും പ്രാർത്ഥനയുമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് പോലത്തെ 4 മണിക്കാണ് എഴുതാൻ മിക്കവാറും ഞാൻ 3:50, 4:00 ഞാൻ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കും. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയാറില്ല. 1-2 കാര്യങ്ങൾ അവസാനം അങ്ങനെ ഓർത്തേ പറയും. കൂടുതലും ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധി, വിശുദ്ധന്മാരെ സുവിശേഷീകരണത്തിനും ദേശത്ത് വേല വിശാലമാകണം, ജനം വിടുതൽ പ്രാപിക്കണം, തിരുനാമം മഹത്വപ്പെടണം. ദൈവത്തിന്റെ പ്രത്യേകമായ കാര്യം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുതിയ രാജ്യങ്ങളിലേക്ക് കവർ ചെയ്യണം, പുതിയ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കണം, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണം. അങ്ങനെയാണ് ദൈവം എന്നെ 3 ഭൂഖണ്ഡങ്ങളിലായി 16 ലോകരാജ്യങ്ങളിൽ അയച്ചതും സുവിശേഷം പ്രസംഗിച്ചതും. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ പോലുള്ള വിളിയാണ് ദൈവം എന്നെയും വിളിച്ചത്. ഒരു യോഗ്യതയില്ലായിരുന്നു. എനിക്കും BTHO, CTHO, ഡിഗ്രിയോ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് പൊതുവിലുള്ള ഒരു ഡിഗ്രി എനിക്കും ഉണ്ടായിരുന്നു. ആ ഡിഗ്രിയെ കുറിച്ച് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയായിരുന്നു, യേശു എന്നെ രക്ഷിച്ചു. ഈ ഡിഗ്രി വെച്ചാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചതും ഇതുവരെ പോകുന്നതും. അതൊരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. DL മോഡിയുടെയും സ്വർജന്റെയും ജോൺ മനിയന്റെയും പ്രസംഗിച്ച് തോറ്റ് തുന്നം പാടിപ്പോയ അനേക ഉപദേശിമാരുടെ മധ്യത്തിൽ ബൈബിൾ സ്കൂളിൽ ABCD പഠിക്കാത്ത ഈ പാവപ്പെട്ടവനായി എന്നെ വിട്ട് പ്രസംഗിച്ചപ്പോൾ അവിടെ വളരെയധികം ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്താനിടയായി. സ്തോത്രം. യഹൂദന്മാരുടെ രാജ്യമായ ഇസ്രായേലിൽ പോയി ഭാഷ അറിയാത്ത ഞാൻ പോയി പ്രസംഗിച്ച് അവിടെ ഇസ്രായേലികളെ സ്നാനപ്പെടുത്തി ഇസ്രായേലിൽ സഭ സ്ഥാപിച്ചു. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? കർത്താവിനെ അറിയുക, അനുഭവിക്കുക, അവന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന്, ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ബുദ്ധിയുടെ ദൂതോ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കൊന്നും ദൈവത്തിന് വേണ്ടത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്. ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഈ ദിവസങ്ങൾ ഒരു ദൂത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാക്കൾ അങ്ങോട്ട് അടുത്തു വരാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും മാനുഷിക ജ്ഞാനത്തിന്റെയും വാക്കുകളും ദൂതുകളുമല്ല. ഈ ദൈവസഭയെ തകർത്തുനിന്നും ദൈവസഭ ഇതുപോലെ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നശിച്ച തിയറിയും തോട്ട്സും ഹിസ്റ്ററിയും ദൈവശാസ്ത്രമാണ്. ഇവന്മാർ ഈ പണി എന്ന് നിർത്തുന്നോ അന്ന് ദൈവസഭയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കടന്നു വരും. വ്യക്തികളെ വിവേചിക്കാനായിട്ട് തുടങ്ങും. രഹസ്യത്തിലും പരസ്യം ചെയ്ത പാപങ്ങൾ മണിമണിയായി പുറത്തു വരും. 2, ഇവന്മാരുടെ കസേരകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും മാറ്റിവെച്ച ശേഷം ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവിനെ ഹൃദയത്തിൽ ഹോളിന്റെ നടുവിൽ നിർത്തിക്കൊണ്ട് ഭയത്തോടും ബഹുമാനത്തോടും വളരെ സംസാരിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി മനസ്സ് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ പറഞ്ഞാൽ എഴുന്നേറ്റ് എന്ന് കുറച്ച് ഇവന്മാരെ എല്ലാം കർത്താവ് ചുറ്റിക്കെട്ടിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരെ തെറുത്ത് കെട്ടുകൊണ്ടിരിക്കുക. ഇവന്മാർ മുഴുവൻ പ്യായി കയറിയോരൊന്ന് വിളിച്ചു പറയുന്നത് കേൾക്കണം. കർത്താവിന് സ്തോത്രം. ബൈബിൾ ഒരു ദൈവവചനമാണ്. ഭയങ്കര സംഭവമായി. ഈ പൊട്ടക്കണ്ണ് എവിടെ നിന്ന് കിട്ടി? ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതായ സ്തോത്രം വാക്കുകൾ എല്ലാം ദൈവത്തിന്റെ വചനമാണ്. ഇത് ഒരു വലിയ ഹോം, ഒരു വീട്, ഒരു ആശ്രമം, അല്ലെങ്കിൽ ഒരു വഴിയമ്പലമാണ്. ഇതിന് 66 റൂംസ് ആണ് ദൈവം പണിതിരിക്കുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഇതെല്ലാം ഇതിന്റെ തുടങ്ങാം. ഇതിന്റെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നതിന്റെ സിറ്റ് ഔട്ടാണ് ഉൽപ്പത്തി പുസ്തകം. അതാണ് സ്റ്റാർട്ടിംഗ് ബുക്ക്. ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ തുടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ അവിടെ ഇരിക്കുന്ന ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും വേട്ടാവളിയും ഒക്കെ കണ്ടിട്ട് പ്രൈസലോ ഭയങ്കര വിഷയം, ഭയങ്കര സംഭവമാണ്. ഈ വേട്ടാവളിയനും ഈ മായാവികളും എന്നുള്ള പരിപാടി നടക്കുന്നത് മുഴുവൻ പ്രൈസലോ. ഇവന്റെ കണ്ണ് കെട്ടി, ശബ്ദത്തെ കെട്ടി, ദൂതിനെ കെട്ടി, ബുദ്ധിയെ കെട്ടി, ആരാധനയെ കെട്ടി, ഇവന്റെ അന്യഭാഷയെ കെട്ടി, ഇവന്റെ വെളിപ്പാടിനെ കെട്ടി, വിവേചനപൂർവ്വം നഷ്ടപ്പെട്ട ഒരുത്തനെ ആ മൈക്കിന്റെ നിമിർത്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കാനായിട്ട് ഇവൻ ബന്ധിക്കപ്പെട്ടവന്റെ പ്രസംഗം കേട്ടാൽ നീയും ബന്ധിക്കപ്പെടും. വിടുവിക്കപ്പെട്ടവന്റെ പ്രസംഗം കേട്ടാൽ നിന്റെ ജീവിതത്തിലും വിടുതലുണ്ടാകും.
നിനക്ക് ധൈര്യമുണ്ടാകും, നിന്റെ ഭാരം മാറും, ഭയം മാറും, ഭീതി മാറും. ദൈവവേലയ്ക്ക് ഇറങ്ങാനും ദൈവത്തിന് കൊടുക്കാനും ദൈവത്തെ ആരാധിക്കാനുള്ള ഉദാസീനത മാറി. പേടിപ്പിച്ച മനുഷ്യ ശബ്ദത്തെയും കാണിച്ച സാത്താന്റെ ശക്തികളെയും നിർവീര്യ മാറ്റിക്കൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള പെർമിഷൻ, അധികാരം, ഓർഡർ അത് ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. സാധാരണ നിന്നെ കാണുമ്പോഴേ അറിയാം ഇവൻ സാധാരണ പുണ്യൊന്നും അല്ല. എനിക്കിട്ട് 2 തരാൻ ദൈവം തമ്പുരാൻ ഇറക്കി വിട്ട ഒരാളാണ്. അതുകൊണ്ട് ഞാൻ സമയത്തിന് അങ്ങ് പോവുക. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാ? നിന്നെ കാണുമ്പോഴേ ഭൂതങ്ങൾക്കറിയാം, നിന്നെ കാണുമ്പോഴേ സാത്താൻ അറിയാം. സ്വർഗ്ഗം നൽകാരം തന്നിരിക്കുന്ന ഒരു ഭക്തനെ ഒതുക്കാൻ ആർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനെ, ഒരു വിശ്വാസിയെ തൊട്ടാൽ ദൈവത്തിന്റെ കണ്ണി വിരലുകൊണ്ട് കുത്തുന്ന പോലെ ദൈവത്തിന് തൊട്ട് നോക്കാൻ നേരം അറിയാം. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. ആരുടെ വാക്കാണ് കേൾക്കേണ്ടത്? ദൈവം നിയോഗിച്ച ഭക്തന്മാരുടെ, അഭിഷേകം പ്രാപിച്ച, വിശുദ്ധിക്കും വേർപാടിനും സത്യത്തിനും വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരുടെ വാക്കേ കേൾക്കാവൂ. അല്ലാത്ത തല്ലിപ്പൊളികളുടെയും ഉന്തി വീഴ്ത്തുന്നവന്റെയും ഊതി വീഴ്ത്തുന്നവന്റെയും ശാപം മുറിക്കുന്നവന്റെയും ബാംഗ്ലൂർക്കാരന്റെയും വാക്ക് കേൾക്കാൻ പോകരുത്. അവന്മാര് സാത്താന്റെ പിന്തുടർച്ച ദൈവസഭയെ ഇറക്കാൻ സാത്താൻ ഇറങ്ങിയിരിക്കുന്ന കളകളാണ്. എന്നിട്ട് ഇവന്റെ എല്ലാ അരിക്ക് പോയി പ്രസംഗിച്ച് അവന്റെ കോഴിക്കാലും അവന്റെ ആട്ടറച്ചും കഴിഞ്ഞ് അവന്റെ കവറും മേടിച്ചുകൊണ്ട് വരുന്ന വരവ് കാണണം. നീ അനുഭവിക്കുന്നത് ഒരിക്കലും നീ ഓർക്കണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം യഹോഭക്തിയോടുകൂടി അല്പധനമുള്ളത് നല്ലത്. നീ ഭക്തിക്ക് വേണ്ടി ഈ പുസ്തകം ഇവിടെ തറഞ്ഞതാണെങ്കിൽ ആ പ്രതികൂല സാഹചര്യത്തിൽ വയറൊരുക്കി കുടലൊരുക്കി ഉപവസിച്ച് എല്ലാവരും നിന്നെ ഇട്ടേച്ചു പോയപ്പോൾ യേശുവെ എന്ന് വിളിച്ച ഒരു രാത്രി നിനക്കുണ്ടായിരുന്നു. നിന്റെ കണ്ണിൽ നിന്ന് ഒഴിയ കണ്ണുനീർ തുള്ളികൾ നിന്റെ ടവല് കുതിർന്നിരുന്നു. എന്റെ കണ്ണുനീർ അവിടെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അന്ന് രാത്രി നീയും ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തിരുന്നു, ഒരു തീരുമാനമെടുത്തു. നീ എനിക്കത് ചെയ്താൽ, നീ അത് എനിക്ക് വേണ്ടി ചെയ്താൽ, കർത്താവേ നീ അങ്ങനെ പ്രവർത്തിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെയുള്ളവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നല്ല തീരുമാനങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ഈ 2016 കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ അത്ഭുത വിടുതലായി സംഭവിക്കട്ടെ, പരിണമിക്കട്ടെ. സ്തോത്രം. നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവസാന്നിധ്യം. ഞാൻ കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ഒരു സഹോദരനോട് പറഞ്ഞു, സഹോദരൻ നോർത്ത് ഇന്ത്യ പോകുന്നതൊക്കെയുള്ള എനിക്ക് വളരെ സന്തോഷമാണ്. നോർത്ത് ഇന്ത്യക്ക് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. നോർത്ത് ഇന്ത്യ, അരുണാചൽ പ്രദേശ്, ബീഹാറിലൊക്കെ ഞാൻ പോകുന്ന, കർണാടകയിൽ പോയി പ്രവർത്തിക്കുന്നു. പ്രൈസ്. കഴിഞ്ഞ വർഷം കർണാടകയിൽ പോയി 14 പേരെ ഇവിടെ സ്ഥാനപ്പെടുത്തി. ഒക്കെ ശരിയാ. ഇത് പോകുമ്പോൾ ദൈവനിയോഗം ഉണ്ടായിരിക്കണം. ഒരു ഗ്രാമത്തിലേക്ക്, ഒരു സിറ്റിയിലേക്ക്, ഒരു പട്ടണത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഉള്ള കർത്താവിന് നിയോഗമുണ്ടോ, അവിടെ എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടോ, വചനം അറിയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശരിയായി പ്രാർത്ഥിച്ച ആത്മാവിലുള്ള നിയോഗം കിട്ടിയെങ്കിലേ പോകാവൂ. അത് ഗൾഫിലേക്കാണല്ലോ അങ്ങനെ, അമേരിക്കയ്ക്കാണല്ലോ അങ്ങനെ, എങ്ങോട്ടാണല്ലോ കൊള്ളാം, അങ്ങനെ ആയിരിക്കണം. പ്രൈസലോ. ഇല്ലെങ്കിൽ ആ പോക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താ എടുത്ത് അദ്ദേഹം പോയില്ല. ആഗ്രഹം പെട്ടിയെല്ലാം കെട്ടി പോകാൻ പദവും വെച്ച് പുസ്തകം വെച്ചപ്പോൾ ഞാൻ എന്നാ ബ്രദറെ നാളെ അങ്ങ് പോകുക ആസയിലേക്ക്. അന്ന് രാത്രി പ്രൈസലോ ആസയിൽ പോകരുന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അദ്ദേഹം റൂട്ട് മാറ്റി വിട്ടു. ചില യാത്രകൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, ചില രാജ്യത്ത് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ചില വ്യത്യാസങ്ങൾ വരുത്തിയതിന്റെ കാരണം എന്താണ്? ആസയിലെ ഭരണാധികാരി ഇപ്പോൾ ക്രൂരനാണ്. അവനെ ദൈവം തട്ടി ദൂരെ കളഞ്ഞ ശേഷം നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ പ്രസംഗം അനുകൂലമായി വരത്തക്ക നിലയിൽ വേറൊരു ഭരണകൂടത്തെ കൊണ്ടുവരും. അതാണ് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം അനുകൂലം കൊടുക്കേണ്ട. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നിങ്ങൾ പലരും മനസ്സിലായിട്ടില്ല. ഞാൻ യുദ്ധ സമയത്തെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് കേൾക്കാത്തവരോട് പറയാ. ഷാർജയിലും ദുബൈയിലും ഒക്കെ ആയിരുന്നു ഞാൻ യുദ്ധ സമയത്ത് പോയി. യുദ്ധം കൊടുമ്പിരി കൊള്ളുക. ഞാൻ താമസിക്കുന്ന മുകളിക്കൊണ്ടായി മിസൈൽ മുഴുവൻ പോകുന്ന എന്നെ ഷോയാ കാണാനറിയാം. അപ്പോൾ അത് പല കളറിൽ മുഴുവൻ വിഷദ്രാവ വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ അമേരിക്ക ഓരോ സാധനം മേലോട്ടിട്ട് പൊട്ടിച്ച് ആകാശത്ത് തന്നെ കാണുക. ഒരു വേണാടിന്റെ ഒരു കമ്പാർട്ട്മെന്റ് വലിപ്പം ആകാശത്തോട് ഇങ്ങനെ ചീറി പോകുന്നത്. പിന്നെ മുഴക്കം ശബ്ദം എന്നറിയാവോ? പ്രൈസലോ. എനിക്ക് പേടിയില്ലായിരുന്നു. ഞാൻ ഈ കുന്തം കാണാനായിട്ട് ഇറങ്ങിയത് രാത്രി മുഴുവൻ. പ്രൈസലോ. ഇറാനിൽ നിന്ന് പൊങ്ങുമ്പോഴേ ഇറാൻ തൊട്ടപ്പറയാം, അത് കാണാം, ചെറിയൊരു ബോർഡർ പോലെ. അപ്പോൾ ഈ സാധനം ഇറങ്ങുമ്പോഴേ കാണാം. അപ്പം പെന്തക്കോസുകാർ വരെ നാഥാ ശത്രുവിന്റെ തലയെ തകർത്തവനെ, മിസൈലിന്റെ തലയിലെ തകർത്തവനെ. ഈ പൊട്ടന്മാരൊക്കെ എന്നതാ പ്രാർത്ഥിക്കുന്നത്. പ്രൈസലോ. സ്തോത്രം. യുദ്ധങ്ങൾ നൃത്തം ചെയ്യണമേ, യുദ്ധങ്ങളെ ബ്ലോക്ക് ചെയ്യണം, കർത്താവിന്റെ കരം നീട്ടണമേ. എവിടെയാ യുദ്ധം നൃത്തം ചെയ്യാൻ പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ? യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അത് നടക്കേണ്ടത് തന്നെ. പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാവും. അതെല്ലാം ക്ഷാമം ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടാവും, യുദ്ധം ഉണ്ടാവും. അതതിന്റെ റൂട്ടിൽ കൂടെ തന്നെ ശക്തമായിട്ട് അങ്ങോട്ട് നടക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. അങ്ങനെ തന്നെ പോകണം. എന്നാൽ അതിന്റെ നടുവിലാണ് കാട്ടുമരങ്ങളുടെ നടുവിൽ ഒരു നാരക വന്നതുപോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ സഭയെ പണിയും. അതിന് പാതാള ഗോപുരങ്ങളോ മിസൈലോ ബോംബുകൾക്കൊന്നും തകർക്കാൻ സാധ്യമല്ല. ഒരു ശേഷിപ്പുണ്ടാകും. അവർ കാഹളം കേൾക്കും, അവർ രൂപാന്തരം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ കൊച്ചിയിൽ നിന്നും കൊടൈക്കനാലിൽ നിന്നും അവർ ഊട്ടിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാം അവർ രൂപാന്തരം പ്രാപിച്ച് തിരുസന്നിധിയിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സംശയം ആരുടെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഒരു സംശയമില്ല, ഞാൻ പോകും. PC ജോർജ് പറഞ്ഞ പോലെ നിന്റെ കാര്യം പോക്ക. പ്രൈസ് ദി ലോർഡ്. പുള്ളി ഒരു കാര്യത്തിന് തീരുമാനമില്ല എന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ആണോ എന്ന് പറഞ്ഞാൽ പുള്ളികളുണ്ട്. സ്തോത്രം. ഒരിക്കലും വരരുത്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ അനുഗമിച്ചതായിട്ടുള്ള 4 ക്രിസ്ത്യാനികളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ അനുഗമിച്ച 4 ക്രിസ്ത്യാനികൾ. അവൻ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ബഥാനിയിൽ ഇരിക്കുമ്പോൾ പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീ സ്വച്ഛ ജഡമാംസി തൈലം താലേലുയ ഒരു താമ്രം കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള, അത് ഓടുകൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഒരു പാത്രത്തിന്റെ അകത്ത് 300 വെള്ളിക്കാശ് വിലയുള്ളതായ അന്നത്തെ സുഗന്ധ തൈലം ഈ സഹോദരി കൊണ്ടുവന്നിട്ട് കുഷ്ഠരോഗിയായ ശീമോന്റെ ഭവനത്തിൽ വന്നിട്ട് അവിടെ വെച്ച് യേശുവിന്റെ അനുവാദം കൂടാതെ അവൾ സ്വമനസാൽ
അത് പൊട്ടിച്ച് അരിമനാഥന്റെ ശിരസിലേക്ക് ഒഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ചെന്ന് വീഴുകയും ആ മുറി മുഴുവൻ സൗരഭ്യ വാസന കൊണ്ട് നിറഞ്ഞു. ഈ ഗുണപ്പെടാത്തവന്റെ കൂട്ടത്തിന്റെ അകത്ത് ആ നാറ്റം വരെ അങ്ങ് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. യേശു വീട്ടിൽ വന്നിട്ടും അവനൊരു വിടുതലും കിട്ടിയില്ല. ചില വീട്ടിൽ യോഗം നടത്തിയാൽ പ്രൈസ് ദി ലോർഡ് ആ വീട്ടുകാരൻ ഒരു മാറ്റം വരാൻ പോകുന്നില്ല, പക്ഷെ അവിടെ വന്ന് മേരിക്കുട്ടി വിടുതൽ പ്രാപിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അവന്റെ കുട്ടം അതുപോലെ തന്നെ ഇരിക്കും. ചില ഏറിയായി കണ്ണോട്ടം നടത്തിയാൽ ഒരു പ്രയോജനമില്ല, നടത്തിയവനെ കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, അവിടെ കേട്ടോണ്ട് വന്ന് രാജു വിടുതൽ പ്രാപിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് ചില യോഗങ്ങളൊക്കെ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ പ്രത്യേകമായ ഒരു കാര്യം, ആ സ്ത്രീ വന്നു, അവൾ വന്ന് തൈലം പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് അമ്മരെ പ്രതികൂല ശക്തികൾ എഴുന്നേറ്റു. എവിടെ ഒരു നല്ല കാര്യം തുടങ്ങിയോ, എവിടെ ഒരു ഉപവാസം തുടങ്ങിയോ, എവിടെ ഒരു പ്രാർത്ഥന തുടങ്ങിയോ, എവിടെ 10 പേർക്ക് ആഹാരം കൊടുത്തോ, എവിടെ സുവിശേഷം നടത്തിയോ, എവിടെ ട്രാക്ട് കൊടുത്തോ, അന്നേരം വ്യായും പാർട്ടിയും തലവെക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വ്യായും പാർട്ടി എല്ലാമാരെല്ലാം കൂടെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇത് എന്തിനായി വെറും ചെലവ്, ഇത് മറ്റേ 300 വെള്ളിക്കാശിന് വിറ്റ് പാവങ്ങളെല്ലാം അങ്ങോട്ട് കൊടുക്കാൻ പോലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഈ വായു നോക്കികളാണ് തീരുമാനിക്കുന്നത്. അല്ല, അവിടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നിന്റെ ഹൃദയത്തിൽ നിന്ന് നല്ല മനസ്സോടെ എന്തെങ്കിലും ദൈവമക്കൾക്കോ ദൈവത്തിനോ ദൈവസഭയ്ക്കോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വായു നോക്കികളെ പറഞ്ഞിട്ടല്ല, നിന്റെ ഹൃദയത്തിൽ തോന്നി നീ ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവം ചെയ്യുന്നത്. മറ്റവന്റെ വാക്കുകൾ കേട്ട് അവർ പലതും പറയും. നീ ചെയ്ത നന്മയെ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കത്തില്ല, നേരെ മറിച്ച് കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവളൊന്നും മിണ്ടിയില്ല. ഇന്നത്തെ ചില സഹോദരിമാരാണെങ്കിൽ പറഞ്ഞാൽ എന്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യം 300 400 വിൽക്കണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. പ്രൈസ് ഇയാളാണ് തീരുമാനിക്കുന്നത്. ഇയാളുടെ പണി നോക്കും. പ്രൈസ് അലോ. ഞാൻ പൊട്ടിക്കും, ഇനിയും പൊട്ടിക്കും. പ്രൈസ് തനിക്കിട്ട് 2 പൊട്ടിക്കും. പ്രൈസ് അലോ. സ്തോത്രം. അതാണ് തന്റേടിയായ സ്ത്രീ. ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. പ്രൈസ് അലോ. വായാടികളായ സ്ത്രീകൾ ദൈവസഭയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ അവർ മദർ തെരേസയായിരിക്കും. പക്ഷേ രാത്രി 9 മണിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂത്താട്ടുകൾ അമ്മണിയായിരിക്കും ഇവര്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എന്നെ കൊണ്ട് ദൈവം പറയിക്കുന്നതാ. ദൂതന്റെ മുമ്പിലും ഗോപിനാഥൻ പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴും പാസ്റ്റർ ബിജു പ്രസംഗിക്കുമ്പോഴും കർത്തൃദാസന്മാർക്ക് പ്രസംഗിക്കുമ്പോഴൊക്കെ ഇനി 2 യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി 2 പേര് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ബിജു പറയുമ്പോൾ ഈ പുള്ളി പ്രാർത്ഥിക്കും. അടിയൻ മണ്ണാണേ, പൊടിയാണേ, ആലുവാക്കട്ടയാണേ, കോളബിസാണ്, അധികം ഒന്നുമില്ല, അപ്പാന്നൊക്കെ പറയും. നമ്മളവർക്ക് അയ്യോ ഇത്രയും നല്ലൊരു കർത്തൃദാസി. പ്രൈസലോ. CCTV അവിടെ വീട്ടിൽ ചെന്ന് രഹസ്യമായി വെച്ച് നാൾ കഴിഞ്ഞ് എടുത്തു നോക്കാം. അന്നേരം അറിയാം ദൈവത്തിന് ഇവിടെ തനിനിറം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മുഖത്തിന്റെ കളറൊക്കെ അങ്ങ് മാറി, ദൈവത്തിന്റെ മുഖത്തെ ശബ്ദമൊക്കെ അങ്ങ് മാറി, ഈ രീതി വരും. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം. അത് വരരുത്. അഹങ്കാരികളായ പുരുഷന്മാരും തന്റേടികളായ സ്ത്രീകളും ഗുണ്ടകളും ക്രിമിനലുകളും പ്രൈസലോ ദ്രവ്യാഗ്രഹികളായ ഉപദേശമാർ അവർക്ക് കൂട്ടുനിന്നുകൊണ്ട് വചനത്തൊഴിലാളികൾ വലിഞ്ഞു കയറി ദൈവസഭയെ വലിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം പശുക്കളെയാണ് ദൈവം സ്നേഹിക്കുന്നത്. മക്കളെ ദൈവം സ്നേഹിക്കുന്നത്. നീലനദിയിൽ നിന്ന് മൊത്തം ടോട്ടൽ 14 പശുക്കളെ കയറി വന്നത്. ആദ്യം കയറി വന്നത് കൊഴുത്തതും തടിച്ചതും നല്ല രൂപഗുണവും ആകൃതിയുള്ളതായ 7 പശുക്കൾ. രണ്ടാമത് കയറി വന്ന പശുക്കൾ അങ്ങനെ ഉള്ളതായിരുന്നു. എല്ലും മുങ്ങക്കൊമ്പും വളഞ്ഞ് പ്രൈസലോ ആകെപ്പാടെ മെലിഞ്ഞ് വിരൂപമായത്. അയ്യോ, ആ വരവ് കാര്യങ്ങളെ അറിയാം, കാലം കരഞ്ഞുകൊണ്ട് പോകും. പ്രൈസലോ. വേദപുസ്തകം എടുത്ത് പ്രാർത്ഥിച്ച് സ്ഥാനപ്പെട്ട് കർത്തൃമേശ എടുത്ത സഹോദരി, ബാങ്ക് ചില കാശ് ഗുണമാണെങ്കിൽ ഇതിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സ്നേഹവും സന്തോഷവും ഒരു പ്രത്യാശയും ഒക്കെ നിനക്ക് ഉണ്ടായിരിക്കണം. പ്രൈസലോ. സ്തോത്രം. ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല. നിരാശയുടെ വാക്കുകൾ പറയരുത്. നാട്ടുകാരെയും വീട്ടുകാരെയും പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തിയോ വഴി നിന്നുകൊണ്ടും സഭയ്ക്കാത്ത കാര്യം, വീട്ടിൽ ചരിത്രം, കൊച്ചിന്റെ വീഴ്ച, ഭർത്താവിന്റെ വീട്ടിൽ സാമ്പത്തിക ഞെരുക്കം, ഇന്നലെ വെച്ച കഞ്ഞ, ഇന്നലെ ഒരു ഞാൻ കൂരി മേടിച്ചായിരുന്നു, ആ കൂരി 2 കഷ്ണം ഉണ്ടായിരുന്നു, അവർ എന്നെ ഒരു ചാച്ച പോയപ്പോൾ 1 കഷ്ണം അങ്ങോട്ട് കൊടുത്തു. അവൾ ചോദിച്ച പോലും അല്ല. പിന്നെ മോൻ പോകാൻ സ്കൂളിൽ പോകുന്ന നേരത്തെ എൻ്റെ വാലറ്റ് അങ്ങോട്ട് കൊടുത്തു, എന്നെ ചമ്മന്തി മുളകരച്ച് എടുത്തു. പ്രൈസലോ. കള്ളി വായാടി. നിനക്കത് അവരോട് പറയേണ്ട കാര്യം എന്നാ? പ്രൈസലോ. അവർ ചോദിച്ചു എങ്ങോട്ടല്ലേ ഇല്ലാമേ? പ്രൈസൽ. തോപ്പുംപടി വരെ പോവാ. വിശേഷമൊന്നും ഇല്ല, തീർന്നു. സ്തോത്രം. അത് പരിജ്ഞാനമുള്ളൊരു സഹോദരിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെഹിക്കിൾ തടഞ്ഞു നിർത്തി ബുക്കും പേപ്പറും എടുക്കുമെന്ന് പറയുന്ന പോലെ ചിലരെ തടഞ്ഞു നിർത്തി. പ്രൈസലോ. പിന്നെ അവിടെ വെച്ച് അങ്ങ് വാചകവടി, അതങ്ങനെയാണ് നാട്ടുകാര്യം വീട്ടുകാര്യം ആ കാര്യം പ്രൈസലോ, ഈ കാര്യങ്ങളെല്ലാം അങ്ങ് പറയുമെന്ന്. സ്തോത്രം. കമ്മലെടുത്താൽ നീ പോട്ടെ, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ആരോടും പറയരുത് എന്ന് പറഞ്ഞ ഇവളോട് പറഞ്ഞത്. അവൾ ഏഷ്യാനെറ്റിന്റെ ഷാനിയായിരുന്നു. അവൾ 24 മണിക്കൂർ കൊണ്ട് കൊച്ചി, തോപ്പുംപടി, പാലാരിവട്ടം, ആലുവ, ഗൾഫിലേക്ക് എല്ലാം വിളിച്ചു പറഞ്ഞു. പ്രൈസലോ. മനുഷ്യനെ വിശ്വസിക്കരുത്, ഒരു മനുഷ്യനെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതനിൽ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. നിന്റെ മാർബടത്തിൽ ശരിക്കുന്ന സ്ത്രീയോട് ചില രഹസ്യങ്ങൾ പറയാതെ സൂക്ഷിച്ചു കൊള്ളണം. സദൃശ്യവാക്യ അബ്രഹാം വായിച്ചില്ലെങ്കിലും പുള്ളിക്കാരൻ ഇതൊക്കെ കുറച്ച് അറിയായിരുന്നു കേട്ടോ. അപ്പൊ അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തലേ രാത്രി പുള്ളിക്കാരൻ തീരുമാനിച്ചു. വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടണം. കഴുതയെ ഒരുക്കി നിർത്തി വേലക്കാരോട് പറഞ്ഞു, ആൻറ്റി എല്ലാം റെഡി, നമുക്ക് വെളുപ്പിന് യാത്രയുണ്ട്, യാഗം മൂരിയാമലയുണ്ട്. അപ്പോൾ അച്ഛാ ഞങ്ങളെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ സാറ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ മനുഷ്യ? മൂരിയാമലയുടെ മുകളിലേ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യാഗം കഴിക്കാൻ പോവാ. ഓത്രം. ഇതിനെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. എന്നാൽ വിറകൊക്കെ എന്താ, വിറകെല്ലാം റെഡിയാക്കി. ഞാനും പയ്യനും കൂടെ, നീ വരണ്ട, നീ വിടങ്ങാൻ, ഞങ്ങൾ പോയിട്ട് ഞാൻ കഴിച്ച് പെട്ടെന്ന് വരാം, പോയിച്ച് വരാൻ പറഞ്ഞു. ആ കൂടെ പറയാ, ഞങ്ങൾ പോകുന്നതേ ഇവനെ ഞാൻ അവിടെ വെച്ചു കൊല്ലും, ഇവനെ ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കും, ഇവന്റെ ചമ്മിന്റെ കഴുത്തിന് ഞാൻ വാള് വെച്ച് ഇവനെ അറുത്ത് ഇവനെ യാഗം കഴിക്കണമെന്ന് യഹോവ എന്നല്ല അരുളിച്ചത്. തന്നെ ഞാൻ കൊല്ലും, എൻ്റെ കൊച്ചിൻ്റെ ഒരു രോമത്തെയെങ്കിലും തൊട്ടാൽ ഞാൻ തന്നെ ശരിയാക്കും. പ്രൈസ് ദി ലോർഡ്. യാഗം നടക്കുമോ? വാക്തത്വം നടക്കുമോ? അബ്രഹാമിന് അറിയായിരുന്നു ഇവളോട് പറഞ്ഞാൽ സംഗതി ആകെ കുളവാക്കും. ദൈവത്തിന് സ്തോത്രം. പണ്ട് ഞാൻ ജർമ്മനി പോയിച്ചു വന്നു 2002. അപ്പം അങ്ങനെ ജർമ്മനിയിലെ ലോകരാജ്യങ്ങളുടെ സമ്മേളനത്തിൽ എനിക്ക് ജർമ്മനി പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. 1 മാസം ഉണ്ടായിരുന്നു. സായിപ്പന്മാരെ എന്നെ വിളിച്ച വെള്ളക്കാർ. അവരെന്നെ കണ്ടിട്ടില്ല, അവർക്ക് എന്നെ അറിയത്തില്ല, ഫോട്ടോ വെച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ സായിപ്പന്മാരൊക്കെ ഊട്ടിയിലും കൊടൈക്കനാലിലും ഇങ്ങനെ പോകുന്ന കണ്ടുകൊണ്ട് ഇവരുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായത് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോഴാണ്.
അങ്ങനെ ഫ്രാങ്ക്ഫർട്ട് റോഡിൽ 2 സായിപ്പന്മാർ വന്നു. അവരെന്നെ കൂട്ടിക്കൊണ്ട് പോവുക. സായിപ്പം അവിടെ ചെന്ന് മദാമ്മമാരും സായിപ്പന്മാരും വലിയൊരു കൊട്ടേഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞാൽ ഈ സംശയരോഗമൊന്നും സായിപ്പിനും മാതാവിനും ഇല്ല. ഓരോ മാതാവും എനിക്ക് ഓരോ ദിവസം വിട്ടുതരും. ഇവിടെ കൊണ്ട് പാസ്റ്ററെ കൊണ്ട് ഇന്ന സ്ഥലത്തോട്ട് പോകണം, ആ ഫ്രാങ്കറ്റ് ഇന്ന് കൊണ്ട് കാണിക്കണം, ഇന്ന കൊട്ടാരം കൊണ്ട് കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് എക്സ്ക്യൂസ് മീ പാസ്റ്റർ ഗോപിനാഥ്. ഞാൻ പറഞ്ഞു യെസ്, കമോൺ വന്ന് ഇരുത്തി കൊണ്ടുപോകും. അവരുടെ സ്നേഹവും പരിചയവും ആയിരിക്കണം. കുരുത്തക്കേട് വല്ല അടിച്ചാൽ പല്ലുതടി അവർ കൂടെ കളയും. അതാണ് സ്നേഹിച്ച് കൊണ്ടുപോയി. കണ്ടോ, അതാണ് സ്നേഹം. എന്നെ അവർക്ക് വിശ്വാസം, ദൈവത്തിന് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയച്ചത്. അതുപോലെ ചില പുള്ളികളെ അയച്ചിരുന്നെങ്കിൽ അവരുടെ ഇങ്ങോട്ട് പോരാൻ തന്നെ പലതും ഇവിടെ കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് നിന്നെ വിശ്വസനാണെങ്കിൽ നിനക്ക് ഇതുവരെ പോയിട്ടില്ലാത്ത മേഖലകളിൽ പോകാൻ ദൈവം വഴികളും വാതിലൊരുക്കും. അത് തുറന്ന് ദൈവം അടച്ചാൽ ആർക്കും സാധ്യമല്ല. എൻ്റെ കഷ്ടകാലം ഒന്ന് പറയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മദാമ്മമാരെ ഈ സായിപ്പന്മാരെയൊക്കെ കണ്ടപ്പോൾ തന്നെ പ്രൈസലോ, ഞാനിവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പ്രൈസലോ സിസ്റ്റേഴ്സ് നമുക്കെല്ലാം കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ പ്രൈസലോ. ആദ്യമായിട്ട് ഒരു മദാമ്മ ഇവിടെ വന്നു, മറ്റേ മദാമ്മ ഇവിടെ വന്നു. ഒരു സായിപ്പ് ഫോട്ടോ എടുത്ത് ക്ലിക്ക് അടിച്ചു. പാസ്റ്റർ ഗോപി ഹൗ ആർ യു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഗുഡ്. പ്രൈസ് സന്തോഷം. ഞാൻ പറഞ്ഞു അടുത്ത മദാമ്മ സായിപ്പും കൂടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇതിനെല്ലാം എടുത്തുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇപ്പോൾ നടക്കല്ലേ ഫോട്ടോയിലെല്ലാം ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ വീട്ടിൽ വന്ന വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ജർമ്മനിയിൽ പോയി, എൻ്റെ ദൈവം എന്നെ മാനിച്ചു, ഞാൻ കരഞ്ഞു പോയി ഒരു പ്രൈസോ എന്നും പറഞ്ഞ് ഞാൻ ഈ മദാമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ കാണിച്ചു. പിന്നെ നിങ്ങൾ പറയേണ്ട കാര്യമല്ലോ. പ്രൈസ് അന്ന് നേരം വിളക്കുന്നിടം വരെ ഞങ്ങളുടെ വീട്ടിൽ ശിവരാത്രിയായിരുന്നു. എനിക്കിതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? ഞാൻ സന്തോഷത്തിനോട് കാണിച്ച ഇവിടെ ഉള്ളിൽ ദുരുദ്ദേശം, എൻ്റെ ഉള്ളിൽ നല്ല ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേലയാണെന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി അവിടെയും പോയി കണ്ട മറാമ്മമാരായിട്ട് കറങ്ങി അടിച്ചേച്ച് വന്നൊരു വരവന്നിരിക്കുന്നു. പ്രൈസലോ. പിന്നെ സഭയുടെ സെക്രട്ടറി പാസ്റ്ററും ഒക്കെ ചെന്ന് പറഞ്ഞ് അവളെ തണുപ്പിച്ച് പ്രൈസലോ. 2 ദിവസം കൊണ്ടാണ് ഈ സാധനം ഇത് തണുത്ത് കിട്ടിയത്. പ്രൈസലോ. ഹല്ലേലൂയ. ചില പുള്ളികളൊക്കെ ചില കാര്യങ്ങളൊന്നും ചെന്ന് പറഞ്ഞേക്കരുത്. അതേ പിടിച്ച് കിഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ കൊടുത്തിട്ട് എന്നാ പറഞ്ഞിട്ട് പ്രൈസലോ. അതൊക്കെ അടിയലേ തീരത്തുള്ളൂ, ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ ചെയ്യാവുള്ളെന്ന് ഞാൻ ഈ പറഞ്ഞത്. ആ ഭാഗം അവിടെ അവസാനിക്കട്ടെ. ഈ സ്ത്രീ അവിടെ ഈ പരിമള തൈലം പൊട്ടിച്ച് അല്ലെങ്കിൽ സ്വച്ഛ ജഡമാംസി തൈലം യേശുതമ്പുരാന്റെ ശിരസിന്മേൽ ഒഴിച്ച് ആ ശുശ്രൂഷ നിർവഹിച്ചു. അവളൊന്നും പറയുന്നില്ല, അവളൊന്നും പറയാതിരിക്കുക, അവളെ വിമർശിക്കുക, അവളെ അസഹ്യപ്പെടുത്തുക. പല ഗ്രന്ഥത്തിൽ എഴുതാത്ത പല വാക്കുകൾ അവരോട് ഉപയോഗിച്ചു. അല്ലെ പിന്നെ യേശു കയറി ഇടപെടത്തില്ല, അസഹ്യമാക്കി. അവൾ തൈലം പൊട്ടിക്കാൻ വന്നിരിക്കുന്നു എന്നൊരു കാര്യം സാധിക്കാനായിട്ട് പ്രൈസ് ഇവിടെയൊക്കെ കർത്താവ് മേടിക്കുന്നത് വല്ല കാര്യങ്ങളുണ്ടോ? വളരെ മോശപ്പെട്ട ചില പദപ്രയോഗങ്ങളൊക്കെ അവളോട് കേൾക്കേണ്ടി വന്നു. യേശു ഒരു വിഷയത്തിൽ ഇടപെട്ടു. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ വായിച്ചു നോക്കിയേ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് കഴിഞ്ഞാട്ടെ. 7-ാം വാക്യം വായിച്ചാട്ടെ. 6 മുതൽ കേട്ട് വായിച്ചാട്ടെ. 14-ന്റെ 6 മുതൽ ഉറക്കെ വായിച്ചാട്ടെ. ഒരാൾ പെട്ടെന്ന് വായിച്ചാട്ടെ. 14-ന്റെ 6 മുതൽ ഒരാൾ പെട്ടെന്ന് വായിച്ചാട്ടെ. എന്നാൽ യേശു അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. അവൾ തന്നാലാവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തുവിന്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് അഡ്വാൻസ് ആയിട്ട് യേശുക്രിസ്തുവിന്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് അഡ്വാൻസ് ആയിട്ട് തൈലം പൂശി ആ ശുശ്രൂഷ മുൻകൂർ ചെയ്തത് ഈ മാന്യ സഹോദരിയാണ്. യേശു തന്നെ പറഞ്ഞല്ലോ, ഇവൾ ലോകത്തിൽ എവിടെ സുവിശേഷം പ്രസംഗിക്കുന്നു അവിടെയെല്ലാം നിന്റെ ഇവിടെ കാലുടെയും പ്രസംഗിക്കും. കാരണം അവൾ അതുപോലെ സമൂഹത്തിൽ വിമർശിക്കപ്പെട്ടു. വില കൂടിയ സാധനം അവളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കാതെ തിരുനാമ മഹത്വത്തിന് വേണ്ടി തന്റെ കയ്യിലുള്ളത് പൂർണ്ണമായിട്ട് ഊറ്റിക്കൊടുത്തത് കൊണ്ട് സ്വർഗം അവിടെ പേരിനെ മാനിച്ചു. ഭൂലോകത്തിൽ എവിടെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നു അവിടെല്ലാം ഇവിടെ കാര്യവും പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അതാണ് ശരിയായ ക്രിസ്ത്യാനി. ദൈവത്തിന് മഹത്വം. സമർപ്പിക്കുന്ന ക്രിസ്ത്യാനി, തന്റെ കയ്യിലുള്ളത് തിരുനാമ മഹത്വത്തിന് വേണ്ടി തന്റെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്യുന്ന ഒരു നല്ല സഹോദരി. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നിന്നാവാക്കുകൾ കേട്ടിട്ടും മൗനമായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. അവൾ ക്രിസ്തുവിനെ ആദരിക്കപ്പെടുന്നവളായിരുന്നു. അവൾ യേശുവിനെ മാനിക്കുന്നവളായിരുന്നു. അവൾ താഴ്മയുള്ളവളായിരുന്നു. അവൾ പ്രതികാരത്തിന് പ്രതികാരവും സഹാരത്തിന് സഹാരവും ചെയ്യാത്തവളായിരുന്നു. ഒരു സത്യ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അങ്ങനാകണം. ഈ 14-ാം അധ്യായത്തിൽ 5 ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത്. 2 ദ്രവ്യാഗ്രഹിയായ ക്രിസ്ത്യാനി, പണക്കൊതിയൻ, മാമോനെ സ്നേഹിക്കുന്നവൻ. അതാണ് 2-ാമത്തെ ക്രിസ്ത്യാനി. അത് 10-ാം വാക്യത്തിൽ 12 ഒരുത്തനായ യൂദ അവനെ മഹാവിരോധന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ചെന്നു. അത് കേട്ടിട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. കൊല്ലം 3.5 ആയി ഈ ഉപദേശി പണി തുടങ്ങിയിട്ട്. ആര് തുടങ്ങിയിട്ട്? മിസ്റ്റർ യൂദ തുടങ്ങിയിട്ട്. ഇവന്റെ കയ്യിലാണ് അവിടുത്തെ മിനി സ്റ്റേറ്റ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്. കൂട്ടിക്കെട്ടിയ വഴുതുണിക്കകത്ത് കിട്ടിയ ചില്ലറയെല്ലാം വെച്ച് ഇവനാണ് ചായ കുടിക്കാനുള്ള കാശ്, വിഞ്ഞു കുടിക്കാനുള്ള കാശ്, അപ്പം മേടിക്കാനുള്ള കാശ് ഇവനെ കൊടുത്തു. ഇവൻ എന്തുമാത്രം അടിച്ചു മാറ്റിയെന്ന് എവിടെ കൊടുത്തു അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചില സഭകളിലൊക്കെ സെക്രട്ടറി കണക്കെഴുതി പ്രൈസുള്ള സഭക്കാർ കുത്തിനു പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാശുമായിട്ട് ഇടപെടുന്നവർ വളരെ സൂക്ഷിച്ചോണം. അല്പത്തിൽ വിശ്വസനെ അധികത്തിനും വിചാരകനാക്കും. 1 രൂപയ്ക്ക് പോലും കള്ളം പറയരുത്.
ഒരു രൂപയ്ക്ക് പോലും കള്ളം പറയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമില്ലാത്ത നിന്റെ കയ്യിലോ അക്കൗണ്ടിലോ പോക്കറ്റിലോ വരരുത്. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. വല്ലവരും നിനക്ക് സഹായം തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നിനക്കെതിരായിട്ട് നിന്നാവാക്കുകൾ പറയുന്നതാണെങ്കിൽ എൻ്റെ പൊന്ന അച്ചായ അമ്മച്ചി അന്ന് തന്ന സഹായം വേണ്ട, എന്നെ ദയവായിട്ടൊന്നും പറയരുത്, ഞാൻ ചോദിച്ചിട്ട് തന്നതല്ലോ, ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞ് കൊടുത്തേക്കണം. ദൈവം നിനക്ക് വേണ്ടി ചിലരെ ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നയില്ലാത്ത ചില നന്മകൾ, കുറ്റം പറയാത്ത ചില നന്മകൾ, നിനക്ക് ചിലത് നന്നിട്ട് അയ്യോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ ചില ഹൃദയങ്ങളുണ്ട്. അവരാണ് യഥാർത്ഥ ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയ്ക്ക് പോകാൻ, ജപ്പാനിൽ പോകാൻ, ജർമ്മനി പോകാൻ, ആസ്ട്രേലിയയിൽ പോകാൻ, യുഎഇ പോകാൻ, കുവൈറ്റിൽ പോകാൻ നിന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് ചില അച്ചായനും അമ്മച്ചിയും അവരുടെ മക്കളൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. വരും, പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ, മോക്ക് പോകാനാ, മോന് പോകാൻ എൻ്റെ ടെസ്റ്റ് എഴുതിയിരിക്കുകയാണ്, 2 പേപ്പർ കിട്ടാനുണ്ട്. ഉടനെ പാസ്റ്റർ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം, നാഥാ ആ ടെസ്റ്റിന് മേലെ അത്ഭുതം പ്രവർത്തിക്കണമേ, കുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കണമേ. ദൈവത്തിന് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്ന ഈ തന്തയും തള്ളയും മോള് ഇവിടെ ഇരിക്കുക, മോനെ ഇവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, അത് മതി. 3 ദിവസം കഴിഞ്ഞപ്പോൾ പാസ്റ്ററെ അതിൻ്റെ അകത്ത് വിടുതൽ കിട്ടി, ഇനി 2 കാര്യങ്ങളുണ്ട്, നമുക്ക് കോളേജിൽ നമുക്കൊരിത് കിട്ടാനുണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. ഉടനെ പാസ്റ്റർ വിഷയം ആവശ്യത്തേക്കുള്ള ഒരു പ്രാർത്ഥിക്കുക, നാഥാ അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ പുള്ളിക്ക് ഇതേ ഉള്ളൂ ജോലി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് 6 മാസം കൊണ്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ചില നാട്ടുകാര്യത്തിൽ പറയുന്ന പോലെ പെങ്കൊച്ചിനെ ഏറെ കയറ്റി വെച്ചിരിക്കുക. അപ്പൊ അന്നേരമല്ല ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്നതാ, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, കുടലൊരു ഉപസിച്ചതല്ലേ, പ്രാർത്ഥിച്ചതല്ലേ, ആ കുഞ്ഞിനൊരു നന്മ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും എനിക്കോ എൻ്റെ സഭയ്ക്കോ വിശ്വാസികൾക്കോ പാവപ്പെട്ടവർക്കോ ഒക്കെ അവൾ ചെയ്യും എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാട് ഉള്ളിലുണ്ട്. അത് വെറുതെ എൻ്റെ കുഞ്ഞെ ബലൂൺ പോലെയുള്ളൂ. അങ്ങനെ അവള് 28-ാം തീയതി കൊച്ചിയിൽ നിന്ന് അവള് ഫ്ലൈറ്റ് കയറി ദുബായി ചെന്നു. അവിടുന്ന് അവളങ്ങ് UK പോയി. സ്തോത്രം. UK ചെന്ന ശേഷം അവളൊരു ഫോൺ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഞാനിവിടെ സുഖമായി വന്ന് വീണ്ടും പ്രാർത്ഥിക്കണം കേട്ടോ, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. അന്ന് അവൾ മുങ്ങിയതാ. പ്രൈസ് ദി ലോർഡ്. അവളും പിന്നെ എരുമേലിക്കാരി ജെയിംസിനെയും മുങ്ങിയിട്ട് വീരപ്പൻ അതുപോലെ തന്നെ ഇങ്ങനെ പോലെ പുള്ളി അവിടെ ഒരു വിരയില്ല. ഇങ്ങനെയുള്ള വൃത്തികെട്ട കേസുകളെടുത്ത് പ്രാർത്ഥിക്കാൻ പോയേക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നീ കൊടലുകാരെ ഉപസിക്കാൻ പോകരുത്. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ദൈവജനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചതാ ഏറ്റവും നല്ലത്. ഇങ്ങനെ പല കേസുകെട്ടുകൾ ഇനിയും കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ കാര്യം സാധിച്ചു, അവർ കടന്നുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബദ്ധം പറ്റിയവരും അബദ്ധത്തിൽ വീണവരും കൊണ്ട് ഓർത്തോണം കേട്ടോ, ഉള്ള ഊരം പറഞ്ഞേക്കാം. ദൈവത്തിന് സ്തോത്രം. അവൾ 2 പ്രാവശ്യം അവധിക്ക് വന്നിട്ട് പാസ്റ്ററെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മമ്മി ടൈമില്ല മമ്മി, പ്രൈസിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം, എനിക്ക് കൂത്താട്ടുള്ളത് 3 ദിവസമുണ്ട്, മൂവാറ്റുപുഴ 3 ദിവസം പോകണം, കാസർഗോഡ് പോകണം, എല്ലാം കൂടെ പാസ്റ്ററെ കൂടെ കാണാനുള്ള സമയമില്ല. പ്രൈസലോ. അപ്പൻ ഇച്ചിരി വെളിയുള്ള ആളായിരുന്നു. എടി നീ പോകാൻ നേരത്ത് ആ പാസ്റ്റർ അല്ലേട്ടി നിനക്ക് വേണ്ടി കരഞ്ഞ് ഇന്ന് അവൾ പഴയ ആളൊന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ പെണ്ണ് കെട്ടി, ഒരു കുടവയറിനെ കെട്ടി 2 പിള്ളേരുമായി അവനെടുത്തിട്ട് 2 പൂച്ചങ്ങ് പൂശി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഡൈവോഴ്സിലേക്ക് പോയി. സ്തോത്രം. അന്നേരം കൊണ്ട് തള്ള കരഞ്ഞുകൊണ്ട് വന്ന് പാസ്റ്റ് മോടെ ഒരു വിഷയം പ്രാർത്ഥിക്കാനായിട്ടോ, തള്ള ഈ വാർഡി കട്ടൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഉപദേശിമാരെ പന്ത് കളിക്കുന്ന ചില പുള്ളികളുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ചെന്ന് വീഴരുത്. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ദൈവതപ്രകാരമുള്ള വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാവൂ. അല്ലാതെ വല്ലവൻ്റെ കണ്ണുനീരും കരച്ചിലും അത്യാവശ്യം കണ്ട് നീ ചാടി വീഴും. കാര്യം സാധിക്കും, പക്ഷേ ചക്കിന് വെള്ളത് കൊക്കിന് കൊള്ളും. പിന്നെ നീ തന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ മിണ്ടാനാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ചുമ്മാ ഊഹാപോഹത്തിലൊന്നുമല്ല നിൽക്കുന്നത്. ദൈവിക വെളിപ്പാടിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും ഉള്ളം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉടയവനായി ദൈവമുണ്ട്. അതെൻ്റെ ബലഹീന ഹൃദയങ്ങളിലേക്ക് ആ നല്ല സന്ദേശങ്ങളെ നന്ന് അതൊന്നും മറയില്ലാതെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ പണമോ ബഹുമാനമോ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ക്രിസ്തുവിൽ നിങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രി ഈ വചനം പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ ഒരുത്തനാണ് യൂദ എന്ന് പറഞ്ഞാൽ അവൻ പ്രൈസ് ദി ലോർഡ് പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ക്രിസ്ത്യാനി. വായെടുത്ത കാശിന്റെ കാര്യം അവൻ പറയത്തുള്ളൂ. 4000 രൂപ 3000 രൂപ 500 രൂപ ലോൺ അടച്ചില്ല, കൊച്ചുങ്ങൾക്കൂടെ വീട് വഴി നടന്നിട്ടില്ല, മത്തിയെന്നില്ല, അഴുക്കായിരുന്നു, വാടകയായിരുന്നു, കട്ടക്കെല്ലാം വിലയില്ലടോ, റബ്ബർ വരെ ഇടിഞ്ഞു. ഇവനെടുത്ത കാശിന്റെ കാര്യമല്ല അത് ഈ കാലമാടം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുവിനെ കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ ഇതൊന്നും അവന് വായിന്ന് വരത്തില്ല. കാശേ 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 കാശേ. പ്രൈസ് ദി ലോർഡ്. അവനാണ് മിസ്റ്റർ യൂദ. ഇനി 3ാമത്തെയാണ് രഹസ്യ ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. സഭ നിശ്ചലമാകുന്നു. ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നത് സ്വർഗ്ഗത്തിൽ പോകുന്ന തടസ്സമല്ല. ഇനി 3ാമത്തെ ക്രിസ്ത്യാനിയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ എതിർപ്പെടും, അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അവസാനത്തെ യോഗം കൂടാൻ പോവുക കേട്ടോ. അവർക്കൊരു പ്രാർത്ഥനാലയം വേണം, ഒരു ആരാധനാലയം വേണം, ഈ യോഗമെല്ലാം നടത്താൻ, കർത്തൃമേശയൊക്കെ നടത്താൻ. അപ്പോൾ ഒരു സ്ഥലം വേണം. അതിന് രഹസ്യ ക്രിസ്ത്യാനി ഒരുത്തനുണ്ടായിരുന്നു യെരൂശലേം ദേവാലയത്തിന്റെ കിഴക്ക് വശത്ത്. ഇവനെ പബ്ലിക് എന്ത് ചെയ്താലും രംഗത്ത് വരത്തില്ല. ഇവ പാടുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവനെ രഹസ്യ ക്രിസ്ത്യാനിയാ. കർത്താവിന്റെ ശിഷ്യനായിരുന്നു. പക്ഷെ എന്നെ എടുക്കുന്നു, ഇവൻ രംഗത്ത് വരത്തില്ല. ഇവന് നാട്ടുകാരെ പേടിയാ, പള്ളിക്കാരെ പേടിയാ, യഹൂദനെ പേടിയാ, പരീശനെ പേടിയാ. പിന്നെ ഒളിച്ചും പാത്തും ഒക്കെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണമേ. അരിമത്യാക്കാരും ജോസഫ് ഇതുപോലൊരു കേസ് കേട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ രാത്രി തലേ തുണിയിട്ടാ വന്നത്. തുണിയിട്ടല്ലെന്ന് അറിയത്തില്ല. രാത്രി നീ ദൈവത്തിന്റെ പുത്രനാണെന്നും ദൈവത്തിന്റെ ഒരിക്കൽ വന്നില്ലെന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഇതിനൊക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സ്തോത്രം. പിന്നെ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? യേശുവിന്റെ ഡെഡ് ബോഡി എന്ന് പീലാത്തോസിനോട് ചോദിച്ചു, പ്ലീസ് ഗിവ് മീ യേശുവിൻ ബോഡി.
അങ്ങനെ ആ ശവം എടുത്തുകൊണ്ട് ഇവനെ വെക്കാനുള്ള കല്ലറയ്ക്കകത്ത് യേശുവിനെ വെച്ചെന്നുള്ളതല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും. നാടിന്റെയും വീടിന്റെയും വീട്ടുകാരുടെയും സ്വന്തങ്ങളുടെയും ബന്ധങ്ങളുടെയും നടുവിൽ ഞെട്ടിപറച്ചുകൊണ്ട് നീ പറയണം, ഞാൻ യേശുവിനെ രക്ഷിതാവായി ധരിച്ചു, സ്നാനപ്പെട്ടു, ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള വ്യത്യാസം എനിക്ക് സമാധാനവും സന്തോഷവും ക്രൂശിലെ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു തന്നെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അതേ ലൊക്കേഷന്റെ അതേ അട്ടം വെച്ച് നോക്കി നിന്നെ അവിടെ മാനിക്കും. നാനക്കേടാ ബിജു പാസ്റ്ററോട് വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടി ബിരിയാണി അടിച്ച് കോഴിക്കാല് പിടിച്ച് കർത്തമേശ എടുത്ത് തൊണ്ടയും പെട്ടി പാട്ടും കടിക്കേച്ച് പോയിട്ട് രഹസ്യമായി സീക്രട്ടായിട്ട് എവിടെ പോയതായിരുന്നു? ഞാൻ ഇവിടെ പോയത്. എന്നാലും ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ടില്ല. പ്രൈസലോ പെന്തക്കോസുകാരത്തെയാന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഉത്തരത്തെ ഇരിക്കുന്ന എടുക്കുകയും ചെയ്യണം, കക്ഷത്തെ ഇരിക്കുന്ന പോവുകയും ചെയ്യണം. പെന്തക്കോസുകാരുടെ പ്രാർത്ഥനയെ പോകുകയും ചെയ്യണം. ഈ ഒരു നാട്ടുകാർ അറിയുകയും ചെയ്യരുത്. ഇനി അഥവാ അച്ഛനെ വഴി വെച്ചെങ്ങാനും കണ്ടാൽ അച്ഛനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, പുറകെ ബിജു പാസ്റ്റർ കാറേ വരുന്നു. സ്തോത്രം. പ്രൈസലോ ഒരു ചാനലിൽ 2 പടം ഓടുന്ന ഒരു TV ആണ് നീ. സ്തോത്രം. അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കണം, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കണം. അഭിനയിക്കരുത്, കുഞ്ഞു കളിക്കരുത്, ആരാധനയിൽ അഭിനയിക്കരുത്, പ്രാർത്ഥനയിൽ അഭിനയിക്കരുത്. ആരാധന ജനുവിനായിരിക്കണം, പ്രാർത്ഥന ജനുവിനായിരിക്കണം. അഭിനയിക്കരുത്. ക്രിസ്തീയ ജീവിതം അഭിനയിക്കാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. രഹസ്യ ക്രിസ്ത്യാനി. നാണമില്ലല്ലോ ഇവന് രഹസ്യ ക്രിസ്ത്യാനിയായിട്ട്. അവൻ മാളിക കൊടുത്തെന്ന് പറഞ്ഞു. അവനൊക്കെ ഏതാണെന്ന് എനിക്കറിയത്തില്ല, അവനെ പറ്റി ഒന്നും അറിയത്തുമില്ല. പിന്നെ അത് ഇതിന്റെ തല ഇടുത്തി വീഴാതിരിക്കാൻ ആ മാളിക പറി കൊടുത്തു എന്നുള്ളതല്ല. ഞാൻ അവനെ പറ്റി വലിയ കൊടുക്കത്തില്ല. പ്രൈസലോ. പിന്നെ അടുത്ത വേറൊരു ക്രിസ്ത്യാനി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ പത്രോസ്. പ്രൈസലോ എന്ന് പറഞ്ഞ നിലനിൽപ്പില്ലാത്ത ക്രിസ്ത്യാനി. പ്രൈസലോ. ഇവന് യാതൊരു നിലനിൽപ്പ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. സ്വോത്രം. ഇതിനിടയ്ക്ക് എല്ലാം പിച്ചും മേയും വിളിച്ചു പറയും. പ്രൈസലോ. സ്വോത്രം. ഗുരു നിനക്ക് അങ്ങനെ സംഭവിക്കരുത് പറഞ്ഞ യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. അതും പുള്ളി ഒരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കിയത്. പ്രൈസലോ. യേശു എന്നെ സാത്താനെന്ന് വിളിച്ചല്ലോ. സ്തോത്രം. 3 വട്ടം തള്ളിപ്പറയുമെന്ന് അഡ്വാൻസ് ആയിട്ട് യേശു മുൻകൂട്ടി ദൂത് അറിയിച്ചിട്ടും കോഴിയെ സാക്ഷിയാക്കി നിർത്തിയിട്ടും 3 വർഷം പറഞ്ഞ ശേഷമാണ് അവനൊരിതായത്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ തീവ്രവാദ ക്രിസ്ത്യാനി. ഈ തീവ്രവാദം കൊണ്ട് നടക്കുന്ന പെന്തക്കോസുകാരെ വളരെ സൂക്ഷിച്ചോണം. അതിനീതി പറഞ്ഞ് അതിവിശുദ്ധി കളിച്ചിരിക്കുന്ന ചില ഉപദേശിമാരെയും പെന്തക്കോസുകാരെയും വളരെ സൂക്ഷിച്ചോണം. അവർ ഏറ്റവും വലിയ അപകടകാരികളാണ്. എന്നാൽ ആലയത്തിലിരുന്ന് നിലവിളിക്കുന്ന ഒരു ചുങ്കക്കാരനുണ്ട്, അപ്പറേ പരീശൻ. പ്രൈസലോ. നീതി കെട്ടവൻ, അയ്യോ പിടിച്ചു പറിക്കാൻ വ്യഭിചാരികൾ. ഇപ്പോൾ ശേഷം ഈ ചുങ്കക്കാരെ പോലെ അല്ലാതെ ഞാൻ ഈ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആര്? ഒരു പരീക്ഷ നിന്ന് ആലയത്തിൽ. 2 പേരും ഒരു പ്രായം തന്നെയാ. പ്രൈസലോ. പ്രാർത്ഥന നടുവിൽ യേശു വന്ന് നിൽക്കുക. പറഞ്ഞ ചുങ്കക്കാരൻ പറയാ, പ്രൈസലോ പാപിയാ എന്നോട് കരുണ തോന്നണമേ. അവൻ നീതീകരിക്കപ്പെട്ടവായി വീട്ടിലേക്ക് പോയി. മറ്റവൻ ഒത്തിരി കാര്യങ്ങളെല്ലാം എടുത്തടിച്ചത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കകത്ത് യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കാൻ പോകരുത്. പ്രൈസലോ. ഇന്നാളൊരു സഭ ചെന്നപ്പോൾ അച്ചായൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം. അടിയൻ രാവിലെ ഏകദേശം ഒരു 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയുണ്ടായി. അവിടുന്ന് സിറ്റിയിൽ കടന്നു വരികയും രാജുവിന്റെ ഓട്ടോ കിട്ടുകയും ആ ഓട്ടോയിൽ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇവിടെ തക്ക സമയത്ത് വരുവാൻ സഹായിച്ചു എന്ന് പറഞ്ഞ് ഇതൊന്നും കർത്താവിന് അറിയത്തില്ല. ഇതെല്ലാം മറന്നിരിക്കുന്ന കേസ് കേട്ടാ പറഞ്ഞാലേ അറിയത്തുള്ളൂ നീ എവിടെ നിന്നാ വരുന്നത്, എങ്ങനെയാ വന്നെന്ന്. നിന്റെ ഇരിപ്പ് എഴുന്നേൽക്ക് അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചൊന്നും കർത്താവിന് ഒരു കാര്യവും തെളിയിക്കേണ്ട കാര്യമില്ല. നീ എന്റെ പ്രവൃത്തി അറിയുന്നു, നീ എന്റെ ഹൃദയത്തെ അറിയുന്നു. അന്തർഭാഗത്തെ സത്യങ്ങളെ, നീതിമാന്റെ ഹൃദയത്തെയും അതിന്റെ അന്തർദ്രിയങ്ങളെയും അറിയുന്ന ഒരു ദൈവമാണ്. നിന്നെ നന്നായി ശോധന ചെയ്ത് അടിമുടി സ്കാൻ ചെയ്ത് നിന്റെ തലമുലിയ രോമം വരെ എണ്ണി തിട്ടപ്പെടുത്തിയ ഫയലാ നീ വീണ്ടെടുപ്പ് പ്രാപിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്റെ കയ്യിലോട്ട് തരുന്നത്. പ്രൈസലോ. അപ്പൊ അതിന്റെ എഴുതിയിരിക്കുക ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാലിന് 6 വിരലുണ്ടായിരുന്നു, തലമുടി 6755 നമ്പർ മുടി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കത്തോലിക്ക സ്ത്രീ പാലിന്റെ വിഷയത്തിൽ 2 പുളിച്ച തെറി പറഞ്ഞ കാര്യം ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം റോങ്ങാക്കി എഴുതിയിരിക്കുന്നു. പ്രൈസലോ. ഭർത്താവിനെ കയറി ചില കോഡ് ഭാഷയൊക്കെ പറഞ്ഞായിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരോടുള്ള വൈരാഗ്യം. പ്രൈസലോ. ഇതെല്ലാം അതിന്റെ എഴുതിയിരിക്കുക. നമ്മുടെ സർവീസ് ബുക്ക് എടുത്ത് ചില ഭാഗങ്ങളൊന്നും പെട്ടെന്ന് മറിച്ചു കിട്ടാം. വായിക്കണം, എല്ലാം വായിക്കണം, എല്ലാം അറിയണം. നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നീ അവനെ നന്നായിട്ട് അറിയണം, അനുഭവിക്കണം. കർത്താവിനേക്കാൾ ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കരുത്. യേശു പറഞ്ഞു, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ മകനെയോ സഹോദരിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. സ്തോത്രം. ആമേൻ. ഞാൻ പാസ്റ്റർ ജോസിയോട് പറയുന്നു, കർത്താവിനേക്കാൾ ഉപരിയായിട്ട് സ്തോത്രം ആ മാന്യ സഹോദരിയെ സ്നേഹിക്കരുത്. ആമേൻ. ഞാൻ ജോസിയുടെ വൈഫിനോട് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ജോസിയുടെ വൈഫിനോട് പറയുന്നു, കർത്താവിനേക്കാൾ ഉപരിയായിട്ട് ജോസിയെ സ്നേഹിക്കരുത്. എല്ലാത്തിനും ഉപരിയായി കർത്താവിനെ സ്നേഹിച്ച ശേഷം നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് നിങ്ങളുടെ മക്കളെ സ്നേഹിച്ച് നിങ്ങൾ ജയാശീലരായി പോകൂ. അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. സ്തോത്രം. യേശു അവനോട് പറഞ്ഞതാ. ഒരു ന്യായശാസ്ത്രി വന്ന് മുട്ടുകുത്തി തല്ലി കളിച്ച് താഴെ വീണു. ഗുരോ സ്വർഗ്ഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, മകനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. പ്രൈസലോ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഇവ ഭയങ്കര പുള്ളിയായിരുന്നു. ഇവർ ചോദിച്ചാൽ ആ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാ?
പ്രൈസലോ. അന്നേരമാണ് യെരൂശലേമിൽ ഒരു മനുഷ്യൻ യെരിഹോവിലേക്ക് പോയി കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. സ്തോത്രം. നീയും പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ചില വ്യക്തികളോട് 10,000 കൊല്ലം ദൂതറിയിച്ചെന്ന് പറഞ്ഞാലും അവർ പിന്നെയും ചോദിക്കും, അത് പറഞ്ഞത് എന്നതായിരുന്നു, അത് പറഞ്ഞ എന്നതായിരുന്നു. നിനക്ക് ഏതാണ്ട് മർമ്മസ്ഥാനത്ത് ആരാണ്ട് ഇരുട്ടത്ത് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറഞ്ഞതൊന്നും മനസ്സിലാകാത്ത. പ്രൈസലോ. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന അവർക്ക് നല്ല ബ്രെയിൻ ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ല കുഞ്ഞുങ്ങൾക്ക്, ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കണ്ടേച്ച, ഇത് ഗോപിനാഥൻ പാസ്റ്ററല്ലേ? അതെ, അങ്കിളിനെ ഞാൻ ഇത്ര കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാണ്? പ്രൈസ് അങ്കിൾ ദുബായിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. തിരിപ്പടക്കം പോലെ ഇച്ചിരി ഉള്ളെങ്കിലും അവന്റെ തല ഭയങ്കര മത്തങ്ങാത്തലായിരുന്നു. അവന്റെ ഉള്ളിൽ ഞാൻ ഇന്ന വിഷയമാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. ആ യോഗത്തിലിരുന്ന് ആരെ അമ്മാമ്മ 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, അമ്മാമ്മ എന്നെ അറിയുന്നുണ്ടോ? ഓർക്കുന്നില്ല, എനിക്കറിയത്തില്ല. ഭയങ്കര തുള്ളലായിരുന്നു എൻ്റെ ആരാധനയിൽ. തുള്ളി 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 പ്രൈസോലെ കവണിയും താഴെ പോയി എല്ലാം പോയതാ. പ്രൈസോലെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓർക്കുന്നില്ലെന്ന്. പക്ഷെ ആ കൊച്ചു മനസ്സിലത് ഉണ്ടായിരുന്നു. ദൈവത്തിന് നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കയില്ല. നമ്മുടെ മനസ്സ് ചെറുതാകണം, ശിശുവിന്റെ മനസ്സ് പോലെ ആകണം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരണം. നിന്റെ ജീവിതത്തെ ചേരാണ്ടൊക്കെ വലുതായിട്ട് നിൽപ്പുണ്ട്. അതിനെല്ലാം കുറച്ച് 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 കൊണ്ടുവന്നിട്ട് നീ കുറഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തെയും വചനത്തെയും സ്വർഗത്തെയും ആരാധനയെയും ആത്മീയ മണ്ഡലത്തെ നീ ഉയർത്തി പിടിക്കുമ്പോൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അപ്പോൾ ഒളിച്ചും പാത്തുമുള്ള ക്രിസ്ത്യ ജീവിതം നമുക്കുണ്ട്. 10 ദിവസം ഉള്ളെങ്കിലും അന്തസ്സായിട്ട് പ്രൈസ്, ഞാൻ യേശുവിന്റെ മകനാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ സുവിശേഷകനാണ്, നിനക്ക് എന്നെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ് എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. സ്തോത്രം. യേശുവിന്റെ രക്ഷിതാവ്. അപ്പോൾ ഇവിടെ എടുത്തു, ഇവൻ എടുത്തിയാട്ട ക്രിസ്ത്യാനിയാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. നിലപാടുകളിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നവനാണ് യഥാർത്ഥ സത്യക്രിസ്ത്യാനി. അല്ലാതെ മറിച്ചും തിരിച്ചും നാളെയാണ് 5 ലക്ഷം 3 പേർക്ക്, 10 ലക്ഷം 3 പേർക്ക് അത് എടുത്തേച്ച് തോറ്റ് തുന്നമ്പാടി കയ്യിലെ കാജും പോയി ചോദിക്കുന്നുണ്ടല്ലോ. കാജും കൊണ്ട് വിജയം പോയി. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി സ്തോത്രം. അനുഗ്രഹം ഒന്നും കേരള സ്റ്റേറ്റ് ലോട്ടറിയിലൂടെയല്ലോ ഒന്നും അല്ല വരുന്നത്. പ്രൈസലോ. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനോ സാത്താൻ എടുത്ത് പറയും, ഒരെണ്ണം എടുത്തു 91 സങ്കീർത്തനം വെച്ച് ആഞ്ഞൊരു പിടി പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, വചനം വെച്ച് വിടിവിച്ചോളും. പ്രൈസലോ. സ്തോത്രം. ഹല്ലേലൂയ. അമ്മാമ്മ മീൻ മേടിക്കാൻ പോയ കാശിൻ്റെ അകത്ത് 50 രൂപ അവന് വലിച്ചൂരിയെടുത്ത് ഈ സാധനം എടുത്ത് പ്രൈസലോ കാത്തിരിക്കുക. 17-ാം തീയതി നെറുക്കെടുപ്പ്, 15-ാം തീയതി ടിക്കറ്റ് എടുത്ത് 2 ദിവസം പതിവില്ലാത്ത ഈ പുള്ളിക്ക് ഭയങ്കര ബൈബിൾ വായന. അത്യുന്നതനെ പറയുമ്പോൾ സർവശക്തി നിൽക്കരുത് പറഞ്ഞു. കൊച്ചവിടെ ചോദിച്ചു, എന്നതാ ചാച്ചൻ ഭയങ്കര ബൈബിൾ വായനയും പ്രാർത്ഥനയൊക്കെ ആണല്ലോ. അമ്മാമ്മ എനിക്കറിയുന്നില്ല, 2 ദിവസമായിട്ട് ഭയങ്കര ബഹളം, എന്നെ പോലും കടത്തി ഉറക്കുന്നില്ല, രാത്രിയിലെല്ലാം ഇരുന്ന് ഭയങ്കര പാട്ടും പ്രാർത്ഥനയൊക്കെയാണ്. പ്രൈസലോ. എന്താ സ്തോത്രം. പൂജാ മെമ്പർ കയ്യിലിരിക്കുക, പല കണക്ക് കൂട്ടര. ടാക്സ് പോയിക്ക് വാങ്ങി വരുന്നത് 10 ലക്ഷം പാസ്റ്റർ ബിജുവിന്. പ്രൈസലോ. 2ാമത് 50 ലക്ഷം വീട് മുടക്കി പറയണം. 3ാമതൊരു ഇന്നോവ വന്നെടുക്കണം, ഒരു ബുള്ളറ്റ് കയറണമെന്ന് കുറച്ച് നാളുകളായിട്ട് ആഗ്രഹമുണ്ടായി. ഒന്നിലധികം ആഗ്രഹങ്ങളുമായി ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസലോ. അതിന് ആ സുപ്രഭാതം വന്നു, ആ സുദിനം വന്നു, ആ 17-ാം തീയതി വന്നു, മനോരമ വന്നു, ഞെട്ടി എഴുന്നേറ്റു. സ്തോത്രം. കണ്ണു തുറന്നു, പേപ്പർ നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. പത്രത്തിൽ വന്ന നമ്പരും കയ്യിലിരുന്ന നമ്പരുമായി കമ്പയർ ചെയ്തപ്പോൾ ഊളംപാറയും കുതിരവട്ടയും തമ്മിലുള്ള വ്യത്യാസം. സ്തോത്രം. ലോട്ടറി, മാങ്ങാത്തളി, പ്രാർത്ഥന, സങ്കീർത്തനം എടുത്ത് ഊരക്കളച്ച് പറയുന്നല്ലോ. ഒരു ഇറങ്ങിപ്പോക്ക്. നിങ്ങളുടെ പോകാൻ മനുഷ്യ, ഞാൻ കേട്ടോ പോകുന്നത്, നീ അറിയേണ്ട കാര്യമാണ്, ഞാൻ ചോദിക്കേണ്ട കാര്യം തന്നെ. സ്തോത്രം. കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാത്താന്റെ തന്ത്രങ്ങൾ. ഇവരൊക്കെയാണ് ഇതിന് കിട്ടാനായിട്ട് വന്നതാ. ദൈവം ഉയർത്തേണ്ട സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. നിന്റെ കുടുംബത്തിലൊരു യോസേപ്പിൽ കൂടി ആയിരിക്കും യാക്കോബെ ദൈവം നിന്നെ മാനിക്കുന്നത്. ഒരു രൂത്തിൽ കൂടി ആയിരിക്കും നവോമി നിന്റെ കുടുംബത്തെ രക്ഷിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് പണക്കാരനാകാൻ നീ ഒരു അനിൽ അംബാനിയായിട്ടോ ടാറ്റ ബിർളായിട്ടോ ശ്രമിച്ചാൽ 108 ആംബുലൻസ് വന്ന് നിന്നെ കൊണ്ട് ഉടനെ പോകും. പ്രൈസ് ദി ലോർഡ്. ഇവർക്കെല്ലാം വളരെ സന്തോഷമായി. അതുങ്ങളെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വരവാ. പ്രൈസലോ. കൊടുക്ക് ഭാഷേ, പറ ഭാഷേ. പ്രൈസലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗ്യവാന്മാരൊക്കെ എവിടെയാണോ താമസിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. ആട്ടെ, സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കണം, ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നത്. ഇനി അടുത്ത വന്ന കേസ് കേട്ടോ, അവനാണ് ഒരു ഒറ്റ കൈ കേട്ടോ. ദൈവമക്കളെ നിങ്ങളത് വായിച്ചു നോക്കി. അതിന്റെ 14-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഒരു സാധനം വരുന്നു. ഒരു പുതപ്പിന്റെ അകത്ത് പൊതിഞ്ഞു കെട്ടി അടിവസ്ത്രം ധരിക്കാതെ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാല്യക്കാരൻ. അവനെ വായിച്ചു. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. ഒരു ബാല്യക്കാരൻ യേശുവിനെ അനുഗമിക്കുക. ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു 15-നും 20-നും വയസ്സിടയ്ക്കുള്ള ഒരു ബാല്യക്കാരൻ എന്ന് പറയുന്നത്. സ്തോത്രം. ഇവൻ എന്നെ എടുത്തു, ഒരു പുതപ്പിന്റെ അകത്ത് ഇവൻ തല പുറത്താക്കി ബാക്കി കംപ്ലീറ്റ് പൊതിഞ്ഞു കിട്ടും. ദൈവത്തിന് സ്തോത്രം. നീ എന്നാ വേഷം കെട്ടി വന്നാലും, ഏത് ചുരിദാർ ഇട്ടാലും, ഏത് സാരി എടുത്താലും, ഏത് സൽവാർ ഇട്ടെന്ന് പറഞ്ഞാലും സാത്താന് നിന്റെ ഫുൾ റേഞ്ച് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ അകത്തെ മനുഷ്യന്റെ റേഞ്ച് സാത്താന് നന്നായിട്ട് അറിയാമെന്ന്. ഇവൻ ആത്മീയമായിട്ട് ഒരു ആന്തരിക രൂപാന്തരം ഇല്ലായിരുന്നു. പക്ഷേ പോക്ക് കണ്ടാൽ തോന്നും, ഞാനും കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാ, ക്രൂശിൽ ചുമക്കുന്ന യേശുവിനെ ഞാനും അനുഗമിക്കുക, അവനെന്റെ നാഥനാണ്, രക്ഷകനാണെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരോ ഒരുത്തൻ ആ ബെഡ്ഷീറ്റ് പിടിച്ച് വലിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ പോയ പോക്കടിയിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. നാണം കെട്ട പരിപാടിയായി പോയി. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
പുതപ്പും പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ക്രിസ്തുവിനെ അനുഗമിക്കുക. ആ പുതപ്പിന്റെ പച്ചയിലാണ് നിൽക്കുന്നത്. വേഷത്തിന്റെ പച്ചയിൽ നിൽക്കുന്ന വെള്ള ഷർട്ട് വിട്ട്, വെള്ള സുബായി വിട്ട്, വെള്ളപ്പാൻറ് വിട്ട്, വെള്ളസാരി ഇവിടുന്ന് നടക്കുന്ന പല കേസുകെട്ടുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല, ആ ഡ്രസ്സിന്റെ പച്ച മാത്രമേ ഉള്ളൂ. ചില ഹോളുകളും അങ്ങനെ, സിയോൻ ബംഗ്ലാവ്, സിയോൻ പ്രേസൽ എന്നൊക്കെയാ. അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ അടിക്കുന്നവനും തെറി പറയുന്നവനും തല്ലുണ്ടാക്കുന്നവനും സകല ആലമ്പ് കേസ് കേട്ട് അതിനകത്തുണ്ട്. ദൈവത്തിന് മഹത്വം. മനസ്സിലായോ? പുറമെയൊക്കെ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അകത്തോട്ട് കയറണം. ദൈവത്തിന് സ്തോത്രം. 7 വിമർശനങ്ങൾ യേശുക്രിസ്തു പരീശന്മാരെ കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതെ വെള്ള വെച്ച ശവക്കല്ലറുകളാണ്, അതിൻ്റെ അകത്ത് അസ്ഥികളെല്ലാം പഴുത്തു പുഴുത്തു അതിൻ്റെ അകത്ത് കിടക്കുന്നു. പുറമേ നിങ്ങൾ അഴകായി ശോഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അകത്ത് ചില പഴകി ദ്രവിച്ച ചില വിഷയങ്ങളുണ്ട്, പറഞ്ഞു തീർക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, ക്രമീകരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, കൊടുത്തു തീർക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, ക്ഷമയോദിക്കേണ്ട വിഷയങ്ങളുണ്ട്, പൊട്ടിക്കരയേണ്ട വിഷയങ്ങളുണ്ട്, മാറത്ത് കൈവച്ച ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി ആ കാര്യം മറന്നു കളയരുത്. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റമാടുത്തായ തനിക്കേത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റം അടുത്തായ തനിക്കേത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ കാണുവാൻ വാഴും ഞാൻ എൻ രക്ഷിതാവിൽ. ഉപവാസമെടുത്ത് പാട്ടുപാടി കൈയടിച്ച് ക്ഷീണിച്ച് ആകെ ക്ഷീണിതനായി ഏലിയാവ് ദുഃഖിതനായി ചൂരച്ചെറിയൊട്ടിലിരിക്കുന്നവരിയ്ക്കുക. അപ്പോൾ എനിക്കിന്ന് രാത്രി തോന്നുന്നു കാണും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ലക്ഷം രൂപയും ഒരു നരകത്തിലെ കോഴി, പൊരിച്ച കോഴി, 5 ചപ്പാത്തി, ഒരു 2 ഐസ്ക്രീം കൂടെ എല്ലാവർക്കും ഞാൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഈ പാട്ട് രണ്ടാമതെടുത്ത് പാടിയാൽ പ്രൈസ് ദി ലോർഡ്, എന്റെ പാട്ടിനെ കടത്തി പാട്ട് കടന്നു പോകും. സ്തോത്രം, സ്തോത്രം. എത്ര ദുഃഖിച്ച് നിരാശപ്പെട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങളോ വസ്തുക്കളോ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അവരുടെ മനസ്സിന് പെട്ടെന്ന് മടിയിൽ ചെല്ലുന്ന സമ്മാനം പെട്ടെന്ന് മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. കഷ്ടതയിലും നിരാശയിലും ദുഃഖത്തിലും പ്രയത്നിക്കുമ്പോഴും അമാവാസിയിലും പൂർണ്ണവാസിയിലും യഹോവയെ സ്തുതിക്കുന്ന ഒരു ഹൃദയം നീ എത്രയും പെട്ടെന്ന് കരസ്ഥമായിക്കണം. എന്നതെങ്കിലും കിട്ടുമ്പോൾ അവൻ മല്ലഭനാണ്, നല്ല കർത്താവ് ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവൻ, ഉയർത്തെഴുന്നേറ്റവനാണ്, എന്നെക്കാട്ടിലും വലിയവനാണെന്ന് അന്നേരം അല്ല പറയേണ്ടത്. ഒന്നുമില്ലാത്ത സമയത്തും കർത്താവെ കഷ്ടത്തിലും ഞെരുക്കത്തിലുമാണെങ്കിലും അങ്ങനെ സ്തുതിക്കാനുള്ള വലിയ നല്ല മനസ്സും ഹൃദയവും ഈ ഉള്ളവർക്ക് നൽകണമേ, ഈ ഉള്ളവന് തരണമേ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് വനാന്തരങ്ങളിലായിരുന്നവൾ ആ പടുകൂറ്റൻ സങ്കീർത്തനങ്ങൾ മുഴുവൻ അങ്ങനെ എഴുതിയത് കുറ്റിക്കാട്ടി കിടന്ന പാറക്കടയിൽ കിടന്നുകൊണ്ടാണ്. പ്രൈസ് കൊട്ടാരത്തിൽ കിടന്ന ആ കുടപ്പെടാത്ത ശൗല് അവനൊരു സങ്കീർത്തനമെങ്കിലും എഴുതിയോ, അവനൊരു പാട്ടെങ്കിലും പാടിയോ? അവസാനം ഗിൽഗോദാബിൽ കുടൽ പുറത്തിയാടി പല്ലി വിളിച്ചു കിടന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്തും ദൈവത്തെ ഓർക്കുകയും ഉള്ളു തുറന്ന് സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവിടെയാണ് ദൈവമക്കളെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ആരാധനയെ ക്ഷീണിക്കരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത ആത്മാവിൽ എരിവുള്ളവരായി താഴ്ചയിലും ഉയർച്ചയിലും ഇരുപ്പനും ഏത് സമയത്തും കർത്താവിനെ ഏത് പച്ചപ്പാതിരാത്രിക്ക് ഒരു പാട്ട് പാടിയാലും അങ്ങനെ സ്തുതിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടായിരിക്കണം. സ്തോത്രം. ദൂത് തീരാൻ പോവുകയാണ്. പറഞ്ഞ വാക്കിലേക്ക് മടങ്ങി വരാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവൻ അവിടെ കിടന്ന് പ്രസംഗിച്ചത് എന്നതാ. അവിടെ പ്രസംഗിച്ചതൊന്നും കെട്ടുകഥകളും കിഴവിക്കഥകളും ലോക സംഭവങ്ങളും നാട്ടുകാരിയോ വീട്ടുകാരിയോ ഒന്നും അല്ല പത്രോസ് പ്രസംഗിച്ചത്. ജനത്തിന്റെ കുറവുകൾ, അവരുടെ പാപങ്ങളെക്കുറിച്ച്, കൊർന്നല്യോസിന്റെ കുറവുകളെക്കുറിച്ച്, വീഴ്ചകളെക്കുറിച്ച്, അന്നത്തെ ആ പൊതുയോഗത്തിൽ രാത്രിയോഗത്തിൽ ആ വീട്ടിൽ വന്ന ജനത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച്, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കുള്ള അകൽച്ചയെക്കുറിച്ച്, അവർ സംഭവിച്ചിരിക്കുന്ന പാപത്തെക്കുറിച്ച്, വിഗ്രഹാരാധനയെക്കുറിച്ച്, വിജാതീയ ബന്ധങ്ങളെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, വെളിപ്പാട് 20:15 സംഭവിക്കാനുള്ള ന്യായവിധിയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് ന്യായവിധിയുണ്ട്. ഈ 3 സബ്ജക്ട് എടുത്ത് അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ നോക്കിയാൽ അവിടെ വ്യക്തമായിട്ട് അറിയാം. അതിന്റെ 3 വാക്യങ്ങളിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 43-ാം വാക്യത്തിൽ പാപത്തെക്കുറിച്ചും, 35-ാം വാക്യത്തിൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും, 42-ാം വാക്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ ന്യായവിധിയെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങളും കേട്ടത് ഈ വാക്കുകളാണ് പ്രസ്താവിച്ചത്. അന്നേരമാണ് ആത്മാവരുടെ മേൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ആത്മാവിനെ വരുത്തുകയല്ലായിരുന്നു, ആത്മാവ് വരുമായിരുന്നു. ഇന്ന് ആത്മാവ് വരുത്തുന്ന ഉപദേശിമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് 250 രൂപയ്ക്ക് 12 എണ്ണം കിട്ടും. പക്ഷെ ഇത് കൊടുത്താൽ 1 എണ്ണം പോലും കിട്ടത്തില്ലെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കുക, ഈ വാക്കുകളെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവുടെ മേൽ വന്നു. ഇന്ന് രാത്രി നിങ്ങൾ ദൂത് ഏറ്റെടുത്തതാണെങ്കിൽ വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. അന്യഭാഷ പറയാൻ നിങ്ങൾക്ക് മടിയാണെങ്കിലും അത് തന്ന ദൈവത്തിനറിയാൻ, മടിച്ചിരിക്കുക. പിന്നെ അവള് പറഞ്ഞോളൂ. സ്തോത്രം. അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. രഹസ്യ പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ ദൈവത്തെ സംസാരിക്കണം.
രഹസ്യ പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ ദൈവമായിട്ട് സംസാരിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എല്ലാം പറ്റി നമുക്ക് അന്യഭാഷയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്ന വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ പിതാവായ ദൈവത്തെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീർപ്പുമുട്ടുന്ന വിഷയങ്ങൾ, മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, കുഞ്ഞുമൻ ദുബായിലാണല്ലോ, അവൻ മിനിഞ്ഞാന്ന് പോയല്ലോ, കഴിഞ്ഞ ദിവസം ഇടി വെട്ടി തെങ്ങ് താഴെ വീണിന് തേങ്ങ ഞങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അജ്ഞാതമായ ചില കാര്യങ്ങൾ, അദൃശ്യമായ ചില സംഭവങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ റേഡിയേഷനിലൂടെ മാത്രമേ സ്വർഗ്ഗത്തിന് അറിയും. അത് പരിശുദ്ധാത്മാവിന് നമ്മൾ അന്യഭാഷയെ സംസാരിക്കണത് ചെല്ലും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ ആ ദൂത് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ സ്നാനം നടന്ന് ആത്മാക്കൾ കൂട്ടത്തോടെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആൾക്കാരെ ഇട്ട് ഇളക്കുകയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇളക്കുകയല്ലായിരുന്നു, വീഴിക്കുകയല്ലായിരുന്നു, കൈപോക്കുകയല്ലായിരുന്നു. എല്ലാവരും പ്രൈസ് ദി ലോർഡ്. പാലക്കാട്ടെ ഗുണപ്പെടാത്തവൻ കാണിച്ചതുപോലെ സ്തോത്രം, ചിരി ഇതൊന്നും അല്ലായിരുന്നു ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നല്ലെണ്ണ കൈ തൂത്തേച്ച് വരുന്നവരെ ഇവിടെ നെറ്റിക്ക് തള്ളി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇച്ചിരിയില്ലാത്ത പെങ്കൊച്ചൊക്കെ പുറകോട്ട് പറഞ്ഞു വീണ്, നടുവും തന്നെ വീണ്, കോട്ടയ്ക്കാന്ന് മേടിച്ച് നോക്കുകയല്ലാതെ ഇതിനൊരു പ്രതിവിധി ഇല്ല. സ്തോത്രം. ഇതൊക്കെ പൈശാചികമായ ശുശ്രൂഷകളാണ്, പോകാൻ പാടുള്ളതല്ല. സുബോധമുണ്ടായിരിക്കണം. ഒരു പാട്ടുപാടി ആരാധിക്കുമ്പോൾ നിന്റെ തലയിൽ നിന്നും താഴെ വീണ തുണി പോയാൽ ആ സെക്കൻഡിൽ ദൈവാത്മ ഇൻഫർമേഷൻ തരും. തലയിൽ നിന്നും തുണി താഴെ പോയി. പ്രൈസ് ദി ലോർഡ്. ഇത് തുണിയും പോയി, ബൈബിൾ ആരാണ്ട് അടിച്ചോണ്ട് പോയി, പേഴ്സും കൊണ്ട് വേറൊരു പയ്യനും കട്ടോണ്ട് പോയി, പിന്നെ കിടന്ന് തുള്ളുക. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഇവിടെ ഒരു വലിയ ആരാധന നടന്നു. എവിടെ നടന്നു? ഇവിടെ റാന്നിയില്. അത് ടി ജി ഉമ്മച്ചന്റെ കാലഘട്ടങ്ങളിൽ ആരാധന നടന്നത്. അപ്പൊ അന്നത്തെ ആരാധനയില് കോഴഞ്ചേരിയിൽ നിന്നും ബ്രദർ സഭയിൽ ഒരു മൂപ്പനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവിടുത്തെ ബ്രദർ സഭക്കാരെ ഈ മൂപ്പനെ പറഞ്ഞു വിട്ടു. അന്യഭാഷ നിന്നുപോയെന്നും പറഞ്ഞു കൊരിന്ത്യർ ലേഖനത്തിലൊരു വാക്യമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കുറിപ്പ് കൊടുത്തു വിട്ടു. അപ്പൊ ടി ജി ഉമ്മച്ചും വെടിക്കെട്ട് പോലുള്ള ശബ്ദം, ഡബിൾ കോപ്പയിലെ കാപ്പി കുടിക്കുന്ന എന്നെക്കാട്ടിൽ ഒരടി പൊക്കം കൊണ്ട ഒരു മനുഷ്യനാണ്, ഒരു അജാനഭാഗമായ മനുഷ്യൻ. പുള്ളി അവിടെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങളെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കോഴഞ്ചേരി നിന്ന് ജോർജ് കുട്ടി കുറുപ്പും പൂടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ആരാധന നടന്നുകൊണ്ടിരിക്കുമല്ലോ, ഭയങ്കര ആരാധനയെ സഹോദരിമാരെല്ലാം ആത്മാവിൽ നിറഞ്ഞ് മുടന്തൻ പകല് പറഞ്ഞതുപോലെ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്ഥലം മാറുന്നവർ ദൈവത്തെ ഉള്ളു തുറന്ന് സൂചിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ ജോർജ് കുട്ടി അന്യഭാഷ നിന്നും പോയെന്ന് പറഞ്ഞു ജോർജ് കുട്ടി ഈ ടി ജി ഉമ്മച്ചനെ ഇത് കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പുള്ളിയും തുള്ളി മുണ്ടും പറഞ്ഞ് തട്ടും പോയി ആകെ പാടെ പുള്ളി നിർത്തി കിടന്ന് അഭിഷേകം പ്രാപിച്ചാൽ പോകുന്നു. തുണ്ട് കാണിക്കാൻ പോയതാ, പുള്ളി 2 തുണ്ടമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. പിന്നെ എല്ലാവരെല്ലാം മുണ്ട് എടുത്ത് ഉടുപ്പിച്ച് ഷർട്ട് പിടിപ്പിച്ചാൽ പിന്നെ കോഴഞ്ചേരിക്ക് പറഞ്ഞു വിട്ടെ. പുള്ളി കോഴഞ്ചേരി കണ്ട് പിന്നെ ശബ്ദപ്രദേശം പോയില്ല. അപ്പോൾ ജോർജ് കുട്ടിയെ കാണാഞ്ഞിട്ട് സഭയിലെ മൂപ്പൻ ഒരു പയ്യനെ പറഞ്ഞു വിട്ടു. എടാ നീ ജോർജ് കുട്ടിയാണ് വീട്ടിൽ ഞാൻ ചോദിച്ചോടാ. പുള്ളി കോഴഞ്ചേരി ഉമ്മച്ചൻ്റെ യോഗ ഉഴപ്പാൻ പോയത് അന്യഭാഷ നിർത്താൻ. പുള്ളി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോടാ. അവിടെ ചെന്നു. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. അപ്പം പുള്ളി അതിൻ്റെ അകത്ത് തിരിച്ചെഴുതി മൂപ്പന് കത്ത് കൊടുത്ത് പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രധാനപ്പെട്ട മൂപ്പന് ഞാൻ റാന്നി പോയെന്നുള്ള കാര്യം ശരിയാ. ഉമ്മച്ചനെ കണ്ടു, യോഗത്തിൽ പങ്കെടുത്തു, കുറിപ്പ് കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത് ചെന്നപ്പോഴത്തേന് പ്രൈസ് ദി ലോർഡ് ഞാനും അവരെ പോലെ ആയി. എൻ്റെ മുണ്ടും പറഞ്ഞ് നാഴെ വീണ് ഞാനും അഭിഷേകം പ്രാപിച്ചു. മലവെള്ളം പൊട്ടി വരുമ്പോൾ ആ മണൽ കൊണ്ട് ചിറ കെട്ടാൻ എന്നെ പറഞ്ഞു വിട്ടുന്നു. മലവെള്ളം പൊട്ടി വന്നപ്പോൾ ആ മണൽ കൊണ്ട് ചിറ കിട്ടാൻ എന്നെ പറഞ്ഞു വിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഉമ്മച്ചൻ്റെ കൂടെ ഞാനും പോവാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരീക്ഷിക്കാനും വിവരങ്ങൾ അറിയാനും ഒക്കെ കറങ്ങി ചില പുള്ളികൾ വന്ന് കയറി ഇറങ്ങി പോകും. അത് ഇവിടെ ട്രാൻസ്പോർട്ട് വണ്ടി സ്റ്റാൻഡിൽ 4 എടുത്ത് കോതമംഗലത്തിന് പോകുന്നവരുള്ളതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഭ എങ്ങനെയാണെന്ന് അറിയാനും നീക്കങ്ങൾ അറിയാനും പദ്ധതി അറിയാനും പരിപാടി അറിയാനും ഒക്കെ ബിരിയാണി അടിക്കാനും ഒന്നും ആരും കയറി വന്നേക്കരുതുള്ള കാര്യം പറഞ്ഞേക്കാം. യഹോവയെ അറിയാനും ആരാധിക്കാനും നല്ല മനസ്സോടുകൂടെ നീ തിരുസന്നിധിയിൽ ഈ കുറ്റിക്കാട്ടിൽ നയിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം നിന്റെ മുഖത്തെ മാനിക്കും. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.